സമർപ്പിച്ച ദിവസങ്ങളിലായി കർത്താവ് ഗ്രൂപ്പിനെയും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ പ്രീതിയാറ്റി കുടുംബത്തെയൊക്കെ ദൈവം സഹായിച്ചത്. നിങ്ങൾക്ക് എന്നെ വളരെ മുഖപരിചയമുള്ള വ്യക്തിയാണ്. മുഖവരെ ഒന്നും എന്നെ കുറിച്ച് പറയേണ്ടതായിട്ടില്ല. ഇത്രയും സമയം നമുക്ക് ദൈവസ്ഥലിൽ ഈ സമയം ആയിരിക്കുവാൻ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ആര് പ്രസംഗിക്കുന്നു എന്നതല്ല, ആരുടെ വചനമാണ് പ്രസംഗിക്കുന്നു എന്നതിലാ കാര്യം. ഹല്ലേലൂയ. വചനം പലരും പ്രസംഗിക്കാറുണ്ട്, പ്രവാചികമാരും പ്രവാചകന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അത് ക്രിയ ചെയ്യേണ്ട ഭാഗങ്ങളിൽ ക്രിയ ചെയ്യണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ ഒരുക്കത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ ചില ദൈവിക പദ്ധതികളും പ്രവൃത്തികളും ഇന്ന് രാത്രികാലം ദൈവം ചെയ്തെടുക്കുക തന്നെ ചെയ്യുക. അല്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വന്നതുപോലെ ആര് പോകാൻ ഇടവരരുത്. അങ്ങനെയെങ്കിൽ ഈ 6ാമത്തെ രാത്രികാലം വന്നതുപോലെ ആര് ജോയിൻ ചെയ്തതുപോലെ മടങ്ങിപ്പോകരുത്. വലിയ അഭിഷേകത്തിന്റെ ശക്തിയോടെ, നിറവോടെ, ദൈവിക കൃപയോടെ ഹല്ലേലൂയ നമുക്ക് ഇവിടം വിട്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് ഇടവരുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത്. മനുഷ്യർ നമ്മെ പുറമേ ഉള്ളത് നോക്കി വിധി എഴുതി ഒന്നിനും ഒരു കുറവില്ലാത്തവരെന്ന്. എന്നാൽ നാം അകത്തളങ്ങളിൽ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളുടെയും നടുവില് നമ്മെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവുണ്ട്. നമ്മുടെ കാര്യങ്ങൾ എല്ലാം ദൂരവേ നിന്ന് ഗ്രഹിച്ച് നമുക്ക് വേണ്ടിയ നന്മകൾ നൽകുവാൻ തക്കവണ്ണം ഇന്നും ആ കർത്താവിന്റെ കരങ്ങൾ അനുകൂലമായി തന്നെ ഉണ്ടെന്നേ. അങ്ങനെയെങ്കിൽ എത്ര പേർ വിശ്വാസത്തോടെ ആയിരിക്കുന്ന ദൈവമേ ഇന്ന് രാത്രികാലം എന്നോടൊന്ന് സംസാരിക്കണമേ. അല്ലെങ്കിൽ ആരോ പ്രാർത്ഥനയോടെ ആയിരിക്കുമോ അവരോട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആരെയും മുഖപരിചയമില്ല, പീനാന്റിയെ പോലും നേരിട്ട് കണ്ടിട്ടില്ല, ഫോൺ വഴിയുള്ള സംഭാഷണവും ഇങ്ങനെ കാണുന്നത് മാത്രമേ ഉള്ളൂ, ആരെയും മുഖപരിചയമില്ല എങ്കിലും ലോക സ്ഥാപനത്തിന് മുന്നേ നമ്മയെല്ലാം പേരെഴുതി ഹല്ലേലൂയ നമ്മെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മെ ഈ കൃപയിലേക്ക് വിളിച്ചു വേർതിരിച്ച ആ അരുമ പിതാവിന്റെ പാദപീഠങ്ങൾ ഈ രാത്രികാലമായിരിക്കുമ്പോ അല്ലെങ്കിൽ ദൈവത്തിന് ചിലത് കൈമാറുവാനുണ്ട്, ദൈവത്തിന് നമ്മോട് ഇടപെടുവാനുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് വ്യക്തമായി നമ്മോട് ചിലത് കൈമാറുവാനുണ്ട്. താല്പര്യത്തോടെ ആര് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമോ, ആഗ്രഹത്തോടെ ആര് ദൈവസന്നിധിയിലായിരിക്കുമോ അവരുടെ വിഷയങ്ങളുടെ അകത്തളങ്ങളില് ദൈവിക പദ്ധതികളും പ്രവൃത്തികളും വെളിപ്പെടുക തന്നെ ചെയ്യുക. അല്ലെങ്കിൽ പ്രാരംഭത്തിൽ തന്നെ ഞാനൊരു ഭാഗം പറയട്ടെ. അല്ലെങ്കിൽ ഓരോ സൃഷ്ടികളും നാം നോക്കുമ്പോൾ 6ാമത്തെ ദിവസം അല്ലെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ബാക്കിയെല്ലാം വാക്കിനാൽ ഉളവാക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചു, അതങ്ങനെ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ മനുഷ്യനെ കൽപ്പിച്ചല്ല നിർമ്മിച്ചത്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയെങ്കിൽ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കര നിനക്ക് അല്പമേ അല്ലെങ്കിൽ ശക്തിയുള്ളൂ എങ്കിൽ ഇന്ന് രാത്രികാല ദൈവാത്മാവിന് നമ്മോട് പറയുവാനുള്ളത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്നു, വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ എവിടെയൊക്കെയോ ക്ഷീണിച്ചു പോയ അനുഭവങ്ങളില്ലേ. എന്നാൽ ദൈവാത്മാവ് പ്രാരംഭത്തിൽ തന്നെ പറയുകയാണ്, ആ ഹല്ലേലൂയ അല്ലെങ്കിൽ സൃഷ്ടിയുടെ 6ാമത്തെ ദിവസം ഒരു ദൈവിക ശ്വാസം വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രികാല അല്ലെങ്കിൽ തകർന്നു പോയ, ക്ഷീണിച്ചു പോയ, മടുത്തുപോയ, പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതെ കിടക്കുന്ന വിഷയങ്ങളെ നോക്കി ദൈവാത്മാവ് വിരൽ ചൂണ്ടുകയാ. ഇന്ന് നീ എഴുന്നേൽക്കുമ്പോ ഒരു ജീവന്റെ തുടുപ്പോടെ എഴുന്നേൽക്കാൻ പോകുകയാ. ഇന്ന് നീ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ നിന്റെ ചലിക്കാതെ കിടക്കുന്ന വിഷയങ്ങള്, പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ചലിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തളങ്ങളില് ദൈവാത്മാവ് ചലിക്കാൻ പോകുകയാണ്. ലേഖാമാസിയ റമനഘടകം ഔഡരഘടക ശാന്തരെ റികൽക്കല വൈദമ്മ അദ്ധൽ കനമൗഡാരകൽക്കന വൈദമനഘടക ശാന്തര ജാര ഘടകമനകര അൽക്കം പ്രൗഢമനഘടക ശാന്തോ റമനഘടകസ്യ. ആരാധിച്ചു എന്നല്ല, ആര് ദൈവശബ്ദം ഏറ്റെടുത്തു എന്നല്ല നമ്മൾ വിധി എഴുതാൻ ഇരിക്കേണ്ടത്. എന്നോട് ഇന്ന് പറയുന്ന അല്ലെങ്കിൽ വചനങ്ങൾ ഞാൻ റിസീവ് ചെയ്യുക അല്ല ഞാൻ റിജക്ട് ചെയ്യുവാൻ അല്ല കർത്താവ്. ഓരോ വാക്കും ഞാൻ റിസീവ് ചെയ്യാൻ ഒരുക്കമാണ്
ആണെന്ന് പറഞ്ഞ് ആര് ദൈവത്തിന്റെ വാദപീഠങ്ങളിലായിരിക്കുമോ നിന്റെ ജീവനില്ലാതെ കിടക്കുന്ന വിഷയങ്ങളെ നോക്കി ദൈവാത്മാവിലെ ചില ചലനങ്ങൾ നടക്കാൻ പോകുകയാണ്. ശുശ്രൂഷയുടെ ബന്ധത്തില് ഹല്ലേലൂയ മുന്നേറുവാൻ കഴിയാത്ത ചിലവ് എന്നെ കേൾക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയാ, ശക്തിപ്പെട്ടോ, ഇന്ന് രാത്രികാലം ശക്തിപ്പെട്ടോ. നീ അരമുറുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദൂതന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നേ നിന്നെ ഒരു സാക്ഷ്യമായി ദൈവം നിർത്തുവാൻ ആഗ്രഹിക്കുക. ജൂഡ നാദ വൈഡേ റബന റഗൽക്കല വൈഡമനഘടക ശാന്തര ജഗൽക്കല അടകമനഘടക ശതുരഘടകമാ റികൽക്കല. ഈ പ്രാരംഭ സമയത്ത് തന്നെ ദൈവിക അസാധാരണമായ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുകയാ. രാമശമനഘടകമാ അടകം പ്രൗഢമനഘടകശ്യ. വന്നതുപോലെ ആരും പോകരുത്. ഒരു കൃപ ഏറ്റെടുക്കണം, ഒരു കൃപ ഏറ്റെടുക്കണം. വെറുതെ അല്ല വീനാന്റെ ദൈവത്തുമേൽ ആശ്രയിച്ച് 7 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ദൈവത്താൽ ആണെങ്കിൽ ചില പദ്ധതികൾ ഇന്ന് രാത്രികാലം നടക്കണം. ആത്മാവിൽ ഒരു കുതിപ്പ്. ഹല്ലേലൂയ. ഉടകമാ ലഗൽക്കന വൈഷവ. ഒരിക്കലും നമ്മുടെ ഉപവാസം ഒരു കാർ കിട്ടുവാനോ വീട് കിട്ടുവാനോ സാമ്പത്തികം കിട്ടാനോ ആകരുത്. ആത്മീയമായി ദൈവമേ ഒരു പടിയും കൂടെ അല്ലെങ്കിൽ നമ്മൾ മുന്നേറുവാൻ ആഗ്രഹിക്കുമ്പോൾ ശത്രു അടങ്ങിയിരിക്കത്തില്ല. നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ഇന്ന് അല്പസമയം കൂടെ ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാമെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഇല്ലാത്ത തിരക്കുകളെല്ലാം വരിക, അതുവരെ വരാത്ത ഗസ്റ്റുകൾ വരിക, അല്ലെങ്കിൽ അതുവരെ ഫോൺ ചെയ്യാത്തവർ ഫോൺ ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുക. അതുവരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ജോലി ചെയ്താൽ അന്നേ ദിവസം തീരത്തില്ല. അതുപോലെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ച് നാം ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ ശത്രു പലവിധ തന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കൽ വരിക. എന്നാൽ ഇന്ന് രാത്രികാല ദൈവശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പറയുകയാ, നീ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോയെങ്കിൽ 10 സ്റ്റെപ്പ് നീ മുമ്പോട്ട് വരാൻ പോകുകയാ. ഒരു സ്റ്റെപ്പ് ശത്രു നിന്നെ പുറകിലോട്ട് വലിച്ചെങ്കിൽ ഇങ്ങനെ ആയിരുന്നു നമ്മുടെ പ്രാർത്ഥന. അല്ലേ അല്ല? ഒരു വിഷയം കിട്ടിയാൽ അത് ലഭിക്കുന്ന ഇടം വരെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആത്മനിറവിൽ ആരാധിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുഴങ്കാലിൽ ഇരുന്ന് അല്ലെങ്കിൽ കൈയടിക്കുമ്പോൾ കൈയുടെ വെള്ളം പൊട്ടി രക്തം വരുന്ന നിലവാരത്തിൽ ആത്മസാന്നിധ്യം അനുഭവിച്ച നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആരാധനയ്ക്ക് ഹല്ലേലൂയ തുടഭാഗത്ത് കൈ തട്ടി ഇരുന്ന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലവാരത്തിലായോ നമ്മുടെ ആരാധന? അല്ലെങ്കിൽ വാ കൊണ്ട് സ്തോത്രം പറയാൻ മടി കാണിക്കുന്നുവോ? അല്ലെങ്കിൽ വേണ്ടുവെന്ന് പ്രാർത്ഥിക്കുക ശബ്ദം ഹല്ലേലൂയ മറ്റുള്ളവർ ശബ്ദത്തിൽ പറയുമ്പോൾ ഇത്രയും സൗണ്ട് എന്തിനാ ഉയർത്തുന്നതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിധി എഴുതുവാൻ തക്കവണ്ണം നാം പ്രാപ്തരായോ? അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറയുകയാ, ആ വിധിയെല്ലാം മാറ്റിവെച്ച് നമ്മെ കുറിച്ച് നാം എന്തൊക്കെ ആയെന്നുള്ള ചിന്തകളും തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് രാത്രികാലം മാറ്റി വയ്ക്കുമെങ്കിൽ അസാധാരണമായ ദൈവശക്തി. അല്ലെങ്കിൽ ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരണ്ട, ഒരു പ്രവാചകൻ നിങ്ങളെ തലയിൽ കൈവെക്കണ്ട. ഇന്ന് രാത്രികാലം നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ, ഈ ഭൂമിയുടെ ഏത് ഭാഗത്തായിരിക്കുന്നുവോ, രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്നുവോ, ഉപജീവന മണ്ഡലത്തിന്മേലായിരിക്കുന്നുവോ, എവിടെയായാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കര അല്ലെങ്കിൽ നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അടക ഹദരെ ജഗന റമന റിഗലെ റമന ഹസ്തന റിഗൽക്കല വൈഡമനക ശാന്തര അടക റിഗൽക്കല വൈഷമനഘടകസ്യ. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ തന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമയം ചിലവഴിച്ച് കളയുകയാണോ? ദൈവാത്മാവ് പറയാം, മടങ്ങി വാ, എനിക്ക് നിന്നെ ആവശ്യം. അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ വഴിമാറിപ്പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവാത്മാവിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ലെങ്കിൽ തലമുറകൾ വഴിതിരിഞ്ഞു പോകുന്നെങ്കിൽ നമ്മുടെ ആത്മീയം ഇന്ന് എവിടെ നിൽക്കുന്നു? തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടേക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ ആത്മീയം എവിടെ നിൽക്കുന്നു? സത്യസന്ധമായ അല്ലെങ്കിൽ കൃപയിൽ ആശ്രയിച്ചാണോ നാം ഇന്നായിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നീ ദൈവകൃപയിൽ നിൽക്കുന്നവളാണെങ്കിൽ ശത്രു നിന്റെ തലമുറകളെ ബന്ധിച്ചിട്ടിരുന്നാല് സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറകളെ നീ വന്ന അതേ പാതയിൽ കൊണ്ടുവരുക വിശ്വസ്തനായ ഒരു ദൈവമാണ്. പക്ഷെ നമ്മുടെ ആത്മീയം ഇന്ന് എവിടെ നിൽക്കുന്നു?
അടക റബനഘടകഷ്യ. ഇതൊന്നും ഞാൻ പറയുവാൻ ചിന്തിച്ച വിഷയമേ അല്ല. പക്ഷെ ദൈവാത്മാവ് പ്രാരംഭത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത്രയും സമയം എന്നെ നിർത്തണം, എന്റെ കുഞ്ഞ് ശാന്തമായിരിക്കണ, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകെ. ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട ഇവിടോട്ട് കയറിയിരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ഹല്ലേലൂയ ഒരു 10 മിനിറ്റിന് മുന്നേ വരെ ഒരു വാക്കുപോലും എന്നോട് മിണ്ടിയില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ പല കാര്യങ്ങൾ പലരുടെയും അനുഭവങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ഇന്നയാളുടെ വിഷയം ഞാൻ എന്ന് പറയട്ടെ, വേണ്ട എന്ത്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചാൽ നോ നോ എന്നൊരു വാക്ക് മാത്രം. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ അല്ലെങ്കിൽ വീണ സിസ്റ്റർക്ക് ഞാൻ സമയം കൊടുത്തു, ഇന്ന് ഞാൻ ഡേറ്റ് കൊടുത്തു, ഞാൻ വെറുതെ എഴുന്നേറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരുമോ ദൈവമേ, ഒരു വാക്ക് എനിക്ക് വേണം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഫുഡ് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ദൈവാത്മാവ് തന്നൊരു ഭാഗത്ത് നിന്ന് സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പ്രിപ്പയർ അല്ല, പക്ഷെ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ശക്തമായ ഒരു ദൈവിക പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങൾക്ക് അകത്തളങ്ങൾ വെളിപ്പെടുക. അല്ലെങ്കിൽ ഇന്നലെ എനിക്കൊരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ സംസാരിച്ച ഭാഗം യോശുവയുടെ പുസ്തകം 3-ാം അധ്യായമാ. ഹല്ലേലൂയ. നാളെ ഹല്ലേലൂയ യഹോവ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കാൻ പോകുകയാ, അതിശയം പ്രവർത്തിക്കാൻ പോകുകയാ. നമുക്കറിയാം അതിശയം എന്ന് പറയുന്നത് നമ്മുടെ ഹല്ലേലൂയ ഒരു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, ഒത്തിരി വർഷങ്ങൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ നമ്മൾ അവരറിയാതെ അവരെ കാണാൻ ചെല്ലുമ്പോൾ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി കാണുന്നുണ്ട്, വിദേശത്തായിരിക്കുന്നവർ അല്ലെങ്കിൽ പറയാതെ ഭാര്യയെ കാണാൻ മക്കളെ കാണാനൊക്കെ വരുന്നൊരു അനുഭവം. ആ സമയത്ത് ഡോർ തുറക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയാതെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എങ്ങനെ അത് ഉൾക്കൊള്ളുവാൻ കഴിയുമോ, അതൊരു അതിശയമാ. അയ്യോ ഇത് എങ്ങനെ, അവർ ഇന്നടുത്ത് ഇരുന്നവരല്ലേ, എങ്ങനെ ഇപ്പോൾ എന്റെ മുമ്പിലെത്തി എന്ന് അതിശയപ്പെടുമാറ് നാളെ അല്ലെങ്കിൽ പ്രഭാതത്തിൽ നമ്മുടെ ഭവനങ്ങൾക്കകത്തളങ്ങളിൽ പ്രാർത്ഥനയോടെ നമ്മൾ എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ ചില അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മെ വരവേൽക്കുന്ന ഒരു അനുഭവ വിശ്വാസത്താൽ കാണാമോ? ജൂഡാവ ഹദരഗരഗ ശമനഗരഗസ്യ. നാളെ 7-ാമത്തെ പകൽക്കാലമാ, അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ 7-ാമത്തെ ദിവസം തീരുകയാ. എന്നാൽ ഒന്നാലോചിച്ച് ഈ ഉപവാസ പ്രാർത്ഥന 6-ാമത്തെ ദിവസം രാത്രി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോ 7-ാമത്തെ പകൽക്കാലം നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. നാളെ പ്രഭാതത്തിൽ നാം പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുമ്പോ അസാധാരണമായ ദൈവപ്രവർത്തികൾ, നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തിയായി നമ്മുടെ കൺമുന്നിൽ വെളിപ്പെടുന്നത് എപ്രകാരമായിരിക്കുമെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാമോ? കർത്താവേ, അല്ലെ നമ്മൾ എത്ര ദൈവത്തെ സ്തുതിക്കാം, എത്ര ചാടിയാൽ മതിയാകും, എത്ര ആരാധിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല അടുത്ത ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി നമ്മൾ വിശ്വാസ കണ്ണാലെന്ന് കണ്ട് സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രികാലം എത്ര പേർ തുടങ്ങുമോ അവരുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇന്ന് രാത്രികാലം സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി നമുക്ക് വേണ്ടി വൻ കാര്യം ചെയ്യും. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞേ റാമ ലേമ ലസികമ ലക്ഷമന. നമ്മെ കുറിച്ച് മനുഷ്യർ എന്തും പറയട്ടെ, നോ പ്രോബ്ലം. അടകമന ഘടകസ്യ. ചിലതൊക്കെ കേൾക്കുമ്പോഴല്ലേ നമുക്ക് വിഷമം തോന്നുന്നു. ഉടകമന അറകൽക്കല. നമ്മൾ കേൾക്കാതെ നമ്മെ കുറിച്ച് എന്തൊക്കെ എവിടെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഒന്നിന് ചെവി കൊടുക്കരുത്. അല്ലെങ്കിൽ നമ്മെ വിളിച്ചൊരു അപ്പനുണ്ട്, നമ്മുടെ സ്വർഗത്തിൽ അപ്പനുണ്ട്. ഇന്ന് വരെ എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അടക മനക ജഗമ ലഗന റഗസി റഗമ ലഗന റഗസ്യ റഗദന. അങ്ങനെയെങ്കിൽ ആ പിതാവിനോട് പരാതി പറയുന്നത്, പരിഭ്രമങ്ങൾ പറയുന്നത് അല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട്, ദൈവമേ എന്നെ തന്നെ സമർപ്പിക്കുന്ന പിതാവ്, ഇന്ന് രാത്രികാല നിങ്ങളെ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് യോശുവ ജനത്തോട് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പേ. ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ
നമ്മൾ പറയുക നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ പാപം ചെയ്യാറില്ല, നമ്മൾ മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ കയർത്ത് സംസാരിക്കുന്നില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുന്നില്ല, ദൈവനാമത്തിന് ഇഷ്ടം പോലെ വാരി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവദാസന്മാരെ മാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ചിൽ എന്ത് കാര്യം വന്നാലും അത് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് ഇതൊന്നുമല്ല ആവശ്യം, നിന്നെ ആവശ്യം. ദൈവത്തിന് നിന്നെ ആവശ്യം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന എവിടെ? നിന്റെ ആരാധന എവിടെ? നിന്റെ വചന ധ്യാനം എവിടെ? മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കുന്ന അനുഭവം എവിടെ? ലേ മന ജമ ലേക്കെ മന ഷെക. ഈ ഉപവാസ പ്രാർത്ഥന എത്ര പേർ തീരുമാനമെടുക്കുക? എനിക്ക് ലഭിക്കുന്ന നാളുകൾ, എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവെ പാഴാക്കി കളയാതെ. അടകാറബൽക്കൽ. ഇപ്പോൾ പ്രായമുള്ളവർ ചിന്തിക്കും, ദൈവമേ ഞങ്ങളുടെ യൗവന കാലഘട്ടമായിരുന്നെങ്കിൽ ഓടാമായിരുന്നു, ചാടാമായിരുന്നു, ദൈവനാമത്തിന് വേണ്ടി പറയാമായിരുന്നു. ഇപ്പൊ വാർദ്ധക്യമായി, എന്നെ കൊണ്ട് ഒന്നിന് കഴിയത്തില്ല. ഹല്ലേലൂയ. യുവാക്കൾ പറയും, ഹല്ലേലൂയ, ഞങ്ങളുടെ കയ്യില് ദൈവം ഒരു ജോലി തരികയാണെങ്കിൽ ആ സാമ്പത്തികം കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാ. ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ പണം വേണ്ട, ദൈവത്തിന് നിന്റെ സൗകര്യങ്ങൾ വേണ്ട, ദൈവത്തിന് നിന്റെ ഭവനമല്ലേ ആവശ്യം, നിന്നെ ആവശ്യം. അല്ലെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുകയാണെങ്കിൽ ദൈവത്തിന് നിന്നോട് ചിലത് കൈമാറുവാനുള്ളതാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച അല്പസമയം നമുക്ക് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാം. കർത്താവേ ഇടപെടുമാറാകണമേ എന്റെ വിഷയത്തിനകത്ത്. അപ്പാ ഞാൻ നാളുകളായി കരയുന്നില്ലേ പിതാവേ? ജുഡാമാന ഹദ്ദാരാജ വൈഷേമാന ഹദരഗരാജ അടഗമനാജ വൈഡമനഗജ രഗദനഗണക ശബ്ദരകാര അൽക്കമനാജ. എന്തുമാത്രം ഞാൻ കരഞ്ഞു കർത്താവ്. എന്റെ വിഷയത്തിന് ഇതുവരെ ഒരു മറുപടി കാണാൻ കഴിഞ്ഞില്ല, ഒരു വിരൽ പോലും ചലിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞില്ല കർത്താവ്. എന്നാൽ ഹല്ലേലൂയ, ഭൃത്യൻ പോകുകയാ. എലിയാവ് മുഴങ്കാലിരിക്കുക, ഭൃത്യൻ പോകുകയാ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, ഒരു ഹല്ലേലൂയ ഒന്നും നടന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഹല്ലേലൂയ. ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ സമയം ആസന്നമായ ദൈവത്തിന് അന്യഭാഷ പറഞ്ഞ ആരാധിക്കുവാൻ കഴിയുന്നവരാ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ആരാധിച്ചോ. അടകമനഗടക ശമനകരകമന റിഗമനകരകസ്യാരവ. 7ാം പ്രാവശ്യത ഭൃത്യൻ പോയപ്പോ അല്ലെങ്കിൽ കൈ പോലൊരു മേഘം പൊങ്ങുന്നു. അന്തൽ കനാരവനഘടക അടകമനകരഘടക സമനാരകനം പ്രൗഢമനാരകൽപ്പനാരവ. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാതിരിക്കുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ ഇന്ന് രാത്രികാല ഒരു ചലനം ദൈവാത്മാവ് തുടങ്ങുന്നു. ഏറ്റെടുക്കുന്നവർക്ക് വിടുതല, ഏറ്റെടുക്കുന്നവർക്ക് വിടുതല. അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടയിലേക്ക് ദൈവാത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. മദ്ദരഘടകമന ദീപരഘടകം പ്രൗഢവരഘടകശ്യ. കർത്താവ് എന്റെ മേലൊരു പുതിയ കൃപ പകരുമാറാകണം. അന്തരഘടകമാണ് ഗൽക്കല റബനാറ് ഗൽക്കല. എന്ത് പ്രതികൂലത്തെ തരണം ചെയ്യേണ്ട അസാധാരണമായ ഒരു ദൈവകൃപ. എന്ത് പ്രതികൂലത്തെ, എന്ത് പ്രശ്നങ്ങളെ, എന്ത് കർത്താവ് ജീവിതത്തിന് മുമ്പിൽ കടന്നു വരുന്ന ഏത് പ്രയാസങ്ങളെ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യേണ്ട ഒരു ദൈവകൃപ. ലേശമന ലകമന റസി അർക്കമനാറബാനവ ഉടക്കമാരവാനക അൽക്കമാനകാരത അക്ഷരം ധരാധര ലേഖമാരകത്തിരെ അർക്കിമാനരാധര അടകമന്തരാധരെ ഉടകമക്ഷരേധര അന്തലസ്മരാധരെ ഉടകമനാധര ലീകമാനവൈധര അർത്ഥമേനരാധരെ അസ്ഥിഖാനരാധര വക്ഷമാനരാധരെ ഭീമനന്തരേധര അക്കമന്തരാധരെ അക്കമേനരാധര ഉടമാനവക്ഷമ അന്തരന്തരാധര ഉടകമന്തരാധരെ അടകമന്ദിരാധരെ ലേഖമാനകക്ഷര ശ്രീബാനരാധരെ അടകമരാധര ശ്രീബാനരാധര അടകമനാരാധ ഉടകമരാധര അക്ഷാരംധരാധര ലീകമാനരാധര അർക്കിമാനം വൈഡാരെ അമ്പമാരം വൈരക്ഷേ അദ്ദുരരാജം വൈഡാര അന്തഖേരമാരവാരവ ഉടകമാരവാരവ അക്ഷേരവനകരകസ്യ അന്തരാജേരകനാർ ഗൽക്കന രാമന രേജന രകമന രകന്നദ രകക്ഷാരദാരദ ജൂഡമനകരഘടകസ്യ അർക്കവരകരഘടകമാരക അലഞ്ചരം ദുരാജകേ രമാ രക ജകേ രമാ നക ജകേ രമാ നക ലക സാരവാരവാരവ ജുഡിമനകരകമന രകമനക ശമനകരകന അർക്കസ്തി റിബോ ലവലകരക ജികാരകൽക്കന
രഗൽക്കന അടകം മനം ജരാധരാധര ഊടെ കമാരകൽക്കലാരവ അത്തിരീതരാധരാധര ക്ഷാരകൽക്കന അന്തര ജഗേ രമനം തൗടികാരക്ഷമാനകത്തുരാരവ അന്തൽക്കനാരകൽക്കല. ചില കുടുംബങ്ങൾക്ക് അകത്തളങ്ങളില് യൂഡാമാരകൽക്കല നാട്യം വെച്ച് കിടക്കുന്ന ചില വിഷയങ്ങള് ദൈവാത്മാവിനെ കൈകാര്യം ചെയ്യുകയാണ്. രാമസ്യാലവ അൽക്കമാനമാരവ മന ജഗേ രമന ഘടക ക്ഷമാനകഘടക ഊടാമാന രക്ഷാംജയ അർക്കമാനകൽക്കന റബലകരഘടക ശാനകൽക്കനാറവ ഉറുക്കമന റബലകരഘടക ശാന്തര ജഗൽക്കല. എന്റെ തലമുറകൾ വ്യത്യസ്തമായ ഇടങ്ങളിലായിരിക്കുന്നില്ലേ, അവിടെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. നീമാലകൽക്കന വൈഡമനഘടക ശമനകരഘടക അൽക്കമനകരക ശമന റമന തൗഡ ലബന സീബ രാധ വൈക്ഷ രാംദ അഖ രാധ രമന ഘടക ശമന രഗമ നഗജ രാന്തലേറുകൽക്കല. ദൈവം തന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആദാമിന് അടക മനുഷ്യന് അവന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതിയതുപോലെ ഉടക ജീവനില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ നടുവില് ദൈവീയ കരമിറങ്ങുകയാ. റാമ ഈ ആറാമത്തെ രാത്രികാല റീമ ഇതുവരെ തുറന്നു കിട്ടാത്ത വാതിലുകൾ ദൈവാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുകയാ. റാമനകരകട ഉടക്കമന റബലകരക സമനകരക തുലാറവരവരവ ഗൂഢമനകരക തുരവരവരവ സമനകരകമന ജൂഡമന ഹദരഘടക സന്തരാജകൽക്കല വൈഡമനഘടക ശത്രുവരവ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രികാല അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇതുവരെ ശുശ്രൂഷ പോലെ അല്ല കർത്താവ്, അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ പൂർണ്ണമായി ചാരിക്കൊണ്ട് ശുശ്രൂഷിക്കുവാൻ ദൈവീയ കൃപ പകരുമാറാകണം. ജനത്തെ ഒരുക്കണം. ആരും ഭയങ്ങുവാൻ ക്ഷീണിക്കുവാൻ ദൈവം അനുവദിക്കല. കൃപ ഏറ്റെടുക്കുവാൻ കൃപ ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ആരാധിക്കുവാനുള്ള കൃപ, മറ്റുള്ളവരെ ആശ്വാസത്തിലേക്ക് നയിക്കേണ്ട ഒരു ദൈവ കൃപ 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 ഉടകമനകരഘടക ശമനാറകൽക്കല ഒരു അധികാരത്തോടെ എഴുന്നേൽക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണം. കർത്താവേ അല്ലെങ്കിൽ ഉണങ്ങിക്കിടന്ന അസ്ഥികൾ കർത്താവെ താഴ്വരെ സൈന്യമായി എഴുന്നേറ്റ പോലെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ഈ ഗ്രൂപ്പിനകത്ത് ചിലത് ജീവൻ വെച്ച് ചലനം പ്രാപിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ഉറവ ശമനാറകൽക്കല മാംസോ ഞരമ്പ് പിടിച്ച് റഗമനഘടക ശന്തന ഒരു സൈന്യമായി എഴുന്നേൽക്കുവാൻ പരിശുദ്ധ അവിടെയാണ്. കർത്താവ് വൻകാര്യം ചെയ്യും. യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. ഇന്ന് രാത്രികാലം അല്പസമയ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിലെ 126 വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 119 126. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. അതിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങളുടെ നടുവിൽ ഞാൻ സമയമായിരിക്കാൻ ആഗ്രഹിക്കുന്നത്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ആകുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? കർത്താവേ, ഇത് ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഈ 2026 അങ്ങയ്ക്ക് പ്രവർത്തിപ്പാനുള്ള ഒരു സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യം വർഷങ്ങൾക്ക് മുന്നേ ഞാന് എന്റെ പിതാവ് ഉപജീവന മണ്ഡലത്തോടും ബന്ധത്തില് ഖത്തറിന്റെ പ്രദേശത്തായിരുന്നപ്പോൾ ഞാൻ എന്റെ പിതാവിനോടൊപ്പം അധികം നാള് നിന്നിട്ടില്ല. ചെറുപ്രായത്തിലെ ഒത്തിരി കടബാധ്യതകളും പ്രയാസങ്ങളും കാരണം പിതാവ് നാട്ടിൽ നിന്ന് ആദ്യം ദമാമിലേക്ക് പോകാൻ തക്ക ഇടയായി തീർന്നു. അവിടെ പിതാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിമെന്റിന്റെ അലർജിയൊക്കെ നേരിട്ട സമയത്ത് അന്ന് എനിക്ക് കേവലം ഒരു 4-5 വയസ്സ് പ്രായമേ കാണത്തുള്ളൂ. പിതാവ് തിരികെ കടന്നു വന്നത് ശരീരമാകെ പൊട്ടി ഒഴുകിയ ഒരു അനുഭവത്തിലാണ് കടന്നു വന്നത്. അന്ന് അടുത്തു പോകാൻ പോലും ഇഷ്ടമില്ലാത്തൊരു സാഹചര്യമായിരുന്നു പിതാവിന്റെ അടുത്ത്. കാരണം അമ്മ പറഞ്ഞു തന്ന് ഇതിപ്പോ അപ്പയാണ് എന്ന് പറയണം, വേറെ ആർക്കും മനസ്സിലാകത്തില്ല. അതുപോലെ ശരീരം മൊത്തം പൊട്ടി വികൃതമായൊരു രൂപത്തിലാണ് എന്റെ പിതാവ്
എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത്. അതിനുശേഷം വീണ്ടും ഒത്തിരി ബാധ്യതകളും ബുദ്ധിമുട്ടുകളും കാരണം കടക്കാർ വരുന്ന സമയത്ത് എന്റെ മാതാവ് എന്നെയും കൊണ്ട് ബാത്റൂമിൽ പോയി എന്റെ വാ പൊത്തിപ്പിടിക്കും. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കാരണം അവരൊന്ന് പോയതിനു ശേഷം മാത്രമേ മിണ്ടാവൂ. കാര്യം അന്നത്തെ ദിവസം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, അതിന്റെ ഗൗരവം. അങ്ങനെ ഇരിക്കെ ആത്മനിയോഗത്തോടെ എന്റെ മാതാവ് ഒരു ദിവസം രാത്രി എന്റെ പിതാവിന്റെ പാസ്പോർട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രകാരം പറയാൻ ഇടയായിരുന്നു, കയ്യിൽ എണ്ണപ്പെട്ട ദിവസത്തിനകം ഒരു യാത്രയുണ്ടാകും. അന്ന് എന്റെ മാതാവ് ഒരു പ്രവാചികയൊന്നുമല്ല, ദൈവത്താൽ ഒരു നിയോഗത്താൽ എന്റെ മാതാവ് ഒരു 2 മണി സമയമാണ് രാത്രി. ഞാനന്ന് നല്ല ഉറക്കം, എന്നെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആ പാസ്പോർട്ടിൽ കൈവച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എന്റെ പിതാവിന് കയ്യിൽ എണ്ണാവുന്ന ദിവസം, എങ്ങനെ ദൈവാത്മാവ് പറഞ്ഞോ അതുപോലെ കയ്യിൽ എണ്ണാവുന്ന 3ാമത്തെ ദിവസം രാത്രി എന്റെ പിതാവിന് ഖത്തറിന്റെ പ്രദേശത്തേക്ക് പോവാൻ തക്കോണം വിസ ഒരുങ്ങി പിറ്റന്ന് ഇട്ട ഡ്രസ്സോടെയാ. അപ്പൊ അതെല്ലാം ഒന്ന് കഴുകി വാഷ് ചെയ്ത് കൊണ്ടുപോകാൻ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ പോയി ദൈവം സ്ഥിതികളും അവസ്ഥകളും മാറ്റി ഞങ്ങള് ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിനകത്താണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ആയിരുന്നത്. തലയിലും കവർ വെച്ച് കെട്ടും, കാലയിലും കെട്ടിത്തരും. കാരണം തല വഴി നനഞ്ഞ പനി വരും. പനി വരാതെ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ കൊണ്ട് തലയും കെട്ടിത്തരും, കാലും കെട്ടും, മഴ പെയ്യുമ്പോൾ നനയാതിരിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം മനോഹരമായ ഭവനമൊക്കെ തന്നു. അപ്പൊ ഞാന് എന്റെ വിവാഹ സമയങ്ങളോട് അടുത്ത് വന്ന സമയത്ത് എന്റെ പിതാവിനോട് ഒറ്റ കാര്യം പറഞ്ഞു. കാരണം എല്ലാരും സ്കൂളില് വരുമ്പോൾ പപ്പമാര് വണ്ടി കൊണ്ടുവരും, എനിക്ക് മാത്രം ഞാൻ എന്നും സാധാരണ പോകുന്ന പോലെ ബസ്സിൽ പോലെ നടന്നാ പോകുന്നത്. കാരണം 1 രൂപയാണ് അന്ന് സ്റ്റുഡന്റിനുള്ളത്. പക്ഷെ ആ 1 രൂപ കയ്യിൽ കരുതി അന്ന് വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ 2 രൂപ ലാഭിക്കാം. ആ 2 രൂപ പിറ്റേ ദിവസത്തേക്ക്. കാരണം അതുപോലെ ഇല്ലായ്മയുടെ ഒരു കാലത്ത് വളർന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എന്റെ പിതാവിനോട് ഞാൻ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു, പപ്പ എന്റെ വിവാഹത്തിന് കയറുന്നുണ്ട്, എനിക്ക് പപ്പയുടെ കൂടെ കുറച്ചു നാള് നിൽക്കണം. അങ്ങനെ പപ്പ പറഞ്ഞു, അസാധ്യതകളെല്ലാം അസ്തമിച്ച് കിടക്കുക. കാരണം പപ്പായ്ക്ക് ആ സമയങ്ങളിൽ ശമ്പളം കിട്ടുന്നില്ല, ഒത്തിരി ബുദ്ധിമുട്ടേറിയ അനുഭവം. നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ കുറച്ചു ദിവസം ദൈവത്തിന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. പപ്പ പോലും പ്രതീക്ഷിക്കാതെ വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് എന്നെ ഏകദേശം 6 മാസക്കാലം ഞങ്ങൾ ഖത്തറിന്റെ പ്രദേശത്ത് കുടുംബമായിരിക്കാൻ ദൈവം സഹായിച്ചതിനു ശേഷമാണ് എന്റെ വിവാഹം. ആ സമയത്ത് അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാനും എന്റെ മാതാവും ഫാസ്റ്റിങ്ങിലാണ്. അവിടെ ഒരു അഭിഷിക്തൻ പ്രസംഗിച്ച ഒരു വാക്യമാണിത്. ഇന്ന് ഞാന് ഇരുന്ന് ദൈവത്തോട്, ദൈവമേ ഞാൻ ഏത് വാക്യം പറയണം, വേഗത്തിൽ എനിക്ക് ഈ വാക്ക് ഓർമ്മ വന്നു, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ആ വാക്ക് അന്ന് ഞാൻ കേട്ട്, അന്ന് എനിക്ക് ഒത്തിരി ദൈവിക ശബ്ദങ്ങൾ ആ ദൈവദാസത്തിലൂടെ കേൾപ്പാൻ ഇടയായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒന്നെന്നില്ലാതെ എല്ലാം നിറവേറുവാൻ തക്കണോ ദൈവം ഇടയാക്കി. അങ്ങനെയെങ്കില് അല്ലെങ്കിൽ ഞാനത് പറഞ്ഞതിന്റെ ആശയം ഇപ്രകാരമാണ്, അന്ന് കേട്ട ആ വചനം ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഒരു ദൈവിക പ്രവൃത്തിയായി വെളിപ്പെടുക. ഹല്ലേലൂയ നമ്മൾ ആര് ഏറ്റെടുക്കുന്നു, വെറുതെ വചനം കേട്ട് അല്ലെങ്കിൽ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൂടി അല്ലെങ്കിൽ കഴിഞ്ഞു, ആഹാരം കഴിച്ചു, നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കിടന്നുറങ്ങുന്ന അങ്ങനെ ആയിരിക്കരുത്. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചന അല്ലെങ്കിൽ മുറിവിനെ ഉണക്കുന്ന ദൈവവചനമാ. എവിടെയൊക്കെ ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ആഴമേറിയ മുറിവുകൾ കിടക്കുക, ദൈവാത്മാ പറയാ ആ മുറിവിനെ അല്ലെങ്കിൽ ഞെക്കി പിഴിഞ്ഞ് അതിന്റെ വ്രണമെല്ലാം മാറ്റി ആ മുറിവിനെ ഒന്ന് കെട്ടി സുഖപ്പെടുത്തി നമ്മുടെ ഇടയിൽ വലിയവ ചെയ്യുന്ന ഒരു ദൈവമാ. വചനത്തിന് പലവിധ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികളുടെ മാനസാന്തരം നടക്കുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പാപബോധം ഉണ്ടാകുക. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗിയാണോ അവർ ഏറ്റെടുക്കുമ്പോൾ സൗഖ്യം വ്യാപരിക്കുവാൻ ഇടയായി തീരുക. വല്ലാതെ ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്നവരാണോ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുവാൻ ഇടയായി തീരുക. വചനത്തിൽ നാം കേൾക്കുമ്പോൾ തന്നെ വിദൂരങ്ങളിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ വിഷയ കടല് കടന്നു കിടക്കുന്നതാണെങ്കിൽ അവിടെ ചെന്ന് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം തന്റെ വചനം അയക്കുവാൻ ഇടയായി തീരുക. ദൈവ വചനം വിശ്വസിക്കുന്നവർക്ക് അത് ഒരിക്കലും തിന്മയായിട്ടോ ദോഷമായിട്ടോ അല്ല, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ദൈവശബ്ദം കേൾക്കുമ്പോൾ എന്റെ വിഷയമായിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വിഷയം. ഞാൻ നിങ്ങളുടെ നടുവിൽ സന്തോഷത്തോടെ ഇന്ന് പ്രസംഗിക്കുന്നു, എന്നാൽ അകത്തളങ്ങൾ ഞാൻ അനുഭവിക്കുന്ന വേദനയാണ്. എന്താ
എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അതുപോലെയാ ഇന്ന് ഈ ഡിവൈസിലൊക്കെ ചിരിച്ച മുഖത്തോടെ സ്തോത്രം പറഞ്ഞിരിക്കുന്നവരുടെയൊക്കെ അവസ്ഥകൾ, അവർ കടന്നു പോകുന്ന സാഹചര്യം എന്നെക്കാൾ നന്നായി അറിയുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഏതു മനുഷ്യനെയോ കൃപയിൽ നിർത്തുന്ന ആ നല്ലവനായ ദൈവ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുമ്പോ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ വിടുതലോടെ നിനക്ക് ഇന്ന് രാത്രി പോകാം. അഡഗമന ഹദരഘടക ശാന്തരാ ജഗൽകല. നമുക്കറിയാം സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങൾ നിരവധി അനവധിയായ എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. അതിൽ ഏറ്റവും വലിയത്, അതിൽ മാത്രമല്ല വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ അധ്യായമായി കാണുന്നത് 119 സങ്കീർത്തനമാണ്. എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് 117 സങ്കീർത്തനം. കേവലം 2 വാക്യം മാത്രമേ അതിലുള്ളൂ. എന്നാൽ 176ഓളം വാക്യങ്ങൾ അടങ്ങിയ 119 സങ്കീർത്തനം ഓരോ കണ്ണിക ഭാഗം തിരിച്ചു നൽകിയിരിക്കുമ്പോൾ ഓരോ ഭാഗങ്ങൾക്ക് അകത്തളങ്ങളില് ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന സന്തോഷങ്ങള്, അതിൽ രസിച്ചാൽ എപ്രകാരം നമുക്ക് ആയിത്തീരാം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോ ഈ 126 വാക്യത്തിനകത്ത് പറയുകയാ, യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം ആകുന്നു. ഒരു ഓർമ്മപ്പെടുത്തല ഒരു ആ ഭക്തന്റെ എഴുത്തുകാരന്റെ ഒരു ഓർമ്മപ്പെടുത്തല. ദൈവമേ ഇത് അങ്ങേക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. എസ്തറിന്റെ പുസ്തകം നാം നോക്കുമ്പോൾ അവിടെ മൊർദെഖായി എസ്തറിനോട് പറഞ്ഞയക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് ഉദ്ധാരണം ലഭിക്കുക. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മെ എവിടെയൊക്കെയോ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചില വസ്തിമാരെ മാറ്റിയിട്ടാ ദൈവം നമ്മെ എസ്തറാക്കി ചിലയിടങ്ങളിൽ വച്ചിരിക്കുന്നത്. ചില ശൗലുമാരെ മാറ്റിയിട്ടാ ദാവീദായിനെ അഭിഷേകം ചെയ്തതുപോലെ നമ്മെ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമയം നാം മിണ്ടാതിരിക്കേണ്ട സമയമല്ല, നാം ദൈവത്തോട് മിണ്ടിത്തുടങ്ങേണ്ട സമയമാണ്. നാം അയൽവാസികളോട് മിണ്ടേണ്ട സമയമല്ല, നാം നമ്മുടെ കൂട്ടുകാരോട് മിണ്ടേണ്ട സമയമല്ല, നമ്മുടെ ശത്രുക്കളോട് പ്രതികരിക്കേണ്ട സമയമല്ല. ആരോടാ നാം മിണ്ടിത്തുടങ്ങേണ്ടത്? സകലത്തിന്റെ ഉടയവനോ നമ്മുടെ എല്ലാ വിഷയത്തിലെ കാരണഭൂതനുമായ ദൈവത്തോട് മിണ്ടിത്തുടങ്ങണം. എന്താ മിണ്ടിത്തുടങ്ങേണ്ടത്? ദൈവമേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ദൈവത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇത് അങ്ങേക്ക് പ്രവർത്തിപ്പാനുള്ള ഒരു സമയമാകുന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ്, ഇത് യഹോവയുടെ പ്രവൃത്തിയുടെ സമയമാ, ഇത് യഹോവ പ്രവർത്തിക്കുന്ന വർഷമാ, ഇത് യഹോവ പ്രവർത്തിക്കുന്ന ദിവസമാ, ഇത് യഹോവ പ്രവർത്തിക്കുന്ന ആണ്ട. ജൂഡ ഹമാൻ രമന ഹത്തെ റകക്ഷമ റകത്തിരകടകഷ്യ അമനകരക മനാജകൾ കല സേവാ സമനിഷ്. ദാസിയോട് ആലോചന കൈമാറട്ടെ. മകളെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ട സമയമാ. എന്നാൽ നിന്നെ മുന്നോട്ട് വിടാതെ വന്ന പലവിധമായ മാനസിക സംഘർഷങ്ങൾ കൊണ്ടിട്ട് എന്തായിത്തീരും, എങ്ങനെയായി തീരും എന്നുള്ളൊരു ചോദ്യത്തിന്റെ നടുവിലായി ദിവസങ്ങളിൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മാവിൽ ആലോചന കൈമാറുന്നു. കുടഞ്ഞെഴുന്നേക്ക അടകമനകടക ശമനകരകസ്യ. ഇങ്ങനെ ആയിരുന്നോ മകളെ നിന്റെ ആരാധന? ഇങ്ങനെ ആയിരുന്നോ നിന്റെ പ്രാർത്ഥന? അല്ലേ അല്ല. അടകാറകൽക്കല വൈഷമ, എവിടെയൊക്കെയോ നീ വീണുപോയി. ദൈവാത്മാവ് പറയാ, നീ വീണിടം കണ്ടെഴുന്നേൽക്കാൻ ഒരുക്കമായ അസാധാരണമായ ദൈവപ്രവർത്തികൾ നിന്റെ കൂടാരത്തിന്റെ അകത്തളങ്ങൾ വെളിപ്പെടാൻ സമയമായി. അടകം പ്രൗഢമനഘടകശ്യ. കഴിഞ്ഞ വർഷം ജൂലൈ മാസം നിന്റെ ജീവിതത്തിന് അകത്തളങ്ങളില അടകാറകൽക്കല വല്ലാത്ത ഒരു മാനസിക വിഷമത്തിലൂടെ നീ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായി. അടകം പ്രൗഢേ റവനം പ്രൗഢ രാജകൽക്കന വൈഡവനഗസ്യ ലവനം പ്രൗഢനഗസ്യ. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ദാസിയെ, അതിന്റെ പൂർത്തീകരണം എന്നവണ് അടുത്ത മാസം നിനക്ക് വേണ്ടി ചില നീരുറവകൾ ഞാൻ തുറക്കാൻ പോകുകയാ. നീ പോലും പ്രതീക്ഷിക്കാതെ വണ്ണമുള്ള ചില ദൈവിക പദ്ധതികളും പ്രവൃത്തികളും നിന്റെ ജീവിത മൺകൂടാരത്തിന്മേൽ ദൈവാത്മാവ് അയച്ച് അസാധാരണമായ ദൈവിക പ്രവൃത്തി
ോടുകൂടെ നിന്നെ പുറത്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. പ്രാർത്ഥനയാകുന്ന തീ കുറയ്ക്കരുത്. അടകമന ഹതരകടക ശബ്ദന നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. അടക ലബന റകൽക്കല വൈഡമനകസ്യ കാലം മുമ്പോട്ട് പോകുകയാ. നിന്റെ സമയങ്ങൾ മുന്നോട്ട് പോകുക. പാഴാക്കി കളയരുത്. അടക റകൽക്കല വൈഡമന കൃപയിൽ ഹല്ലേലൂയ എഴുന്നേക്ക, കൃപയിൽ എഴുന്നേക്ക. റാമസ്യ ഇത് പറയുമ്പോൾ തന്നെ മകളെ നിന്റെ മേൽ അത്യുന്നത നേരിടുകയാ. അന്തര ഘടകമന ഹതരഘടക ശമനകരക ആരകൽക്കല അടകമന അറികൽക്കല നാവ് കൊണ്ട് പോല നിനക്ക് ഉറക്കെ ഉടകമന ഘടക വേണ്ടുവണ്ണം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ വണ്ണ നിന്നെ അടിച്ച് അമർത്തിയിട്ടിരിക്കുന്ന അനുഭവങ്ങൾ റാമസിക മന ജഗ മന അട മന കമ രഗ മന ജഗ ലഗ മന ശഗ മന ജുഡാ മന റകെ നമ നക ദുരാ മന ജഗ ലമ ലക ക്ഷമ അടാ കമ നക ലഗെ നക ജുഡി മന റക മന സിക മന ജുഡഗമ ഹദരഗടക ശബരഗരക മാനകൽക്കല അടക അലകൽക്കല. വലയിട്ട് മൂടിയിരുന്ന ഒന്നിനെ വല മാറ്റി പുറത്തു കൊണ്ടുവരുന്നത് പോലെ നിന്നെ ദൈവം പുറത്തെടുക്കാൻ സമയങ്ങളായെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു. അഖമാനകൽക്കന ഊറഖമാരകൽക്കന അസ്ഥീരകരക ജഗന അടകമനഘടക ശമനാറകൽക്കല വൈഡം പ്രൗഢ ജാരക്കെട്ടം ദുരികാലാജ അർക്കം പ്രൗഢ ജഗലകരകസ്യ ഹോവേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. അല്ലേലേ ഇന്നത്തെ ദൈവിക സന്ദേശം കഴിയുമ്പോൾ ഈ വാക്യം നമ്മൾ അല്ലേലേ മനപ്പാടമാക്കി വച്ചിരിക്കണം. അല്ലേലേ യഹോവേ യഹോവേ ഇത് അങ്ങേക്ക് പ്രവർത്തിക്കാനുള്ള സമയം ജൂഡാമ ഹദരഘടകല. എസ്തർ അന്ന് മിണ്ടാതിരുന്നെങ്കിൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് ഉദ്ധാരണം വരുമായിരുന്നു. എന്നാൽ അവളും അവളുടെ പിതൃഭവനവും എന്തായി തീരുമായിരുന്നു. ജൂഡ കമാ റഗൽ കന റബനക ശാന്തര ജഗൽക്കല റസിക്കമ റഗൽക്കല ഷേബ സൗദി അടക റഗൽക്കല. ആസിയ ദൈവാത്മാവ് നിന്നോട് ആലോചന കൈമാറുന്നു. നിനക്കെതിരെ ശത്രുവായവൻ വിവിധ രേഖകൾ എഴുതിയിരിക്കുക. അടക റഗൽക്കല. എന്നാൽ ദൈവാത്മാവിൽ നീ ഉറച്ചു നിൽക്ക. നീ നിൽക്കുന്ന ഇടത്ത് നിന്ന് നിന്നെ തള്ളിയിട്ട് കളയുവാൻ വേണ്ടി അടക റഗൽക്കല നിന്റെ കുറ്റം എന്തെന്ന് കണ്ടുപിടിക്കേണ്ടതിന് 4 വശത്ത് നിന്ന് നീ അറിയാതെ നിന്നെ വീക്ഷിക്കുന്ന കണ്ണുകൾ അന്തൽ കനം വൈഡം കൗടജ റഗൽ കനം വൈഡമാ. എന്നാൽ ദൈവാത്മാവ് പറയാ, കുഞ്ഞെ ഞാൻ നിന്നെ സംരക്ഷണ വലയത്തിനകത്താക്കി വെച്ചിരിക്കുന്നത്. നിന്നെ തോടാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഉടകമന ഹദരഘടക ദാനിയേൽ ചെയ്തതുപോലെ ദിവസവും 3 നേരം അടകമന ഘടക ശബ്ദന സമയം വേർതിരിഞ്ഞിരുന്ന ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങൾ മകളെ നീ എന്റെ തന്നെ ഇരിക്കുന്നതും കരയുന്നതും മറ്റുള്ളവർ കാണുന്നില്ലെങ്കിലും ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. നിന്നെ തൊടാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ദൈവാത്മാവ് പറയാ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. യോശുവയോട് പറഞ്ഞതുപോലെ കുഞ്ഞെ ഇന്ന് രാത്രികാലം മകളെ നിന്നെ ദൈവാത്മാവിൽ ഉറപ്പിക്കുകയാ. നിനക്കെതിരെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. അന്തർക്കനാ ജഗനകൾ നിന്നെ തകർത്ത് കളയുക, നിന്നെ ഉടച്ചു കളയുക. റീബ നിന്റെ പേര് പോലെ കളങ്കപ്പെടുത്തി കളയുക. ക്ഷമാ ലഗസി വനഘടക മനസ്സി ആരവം. വിശ്വസ്തതയുള്ളവള നീ ചെയ്യുന്നതെല്ലാം വിശ്വസ്തയോടെ ചെയ്യുന്നവളാ. പക്ഷേ ചെറിയ ഒരു കാര്യത്തിന് പോലും നിന്നെ തകർത്ത് കളയാൻ നടക്കുകയാണ്. ലീമ റഗൽക്കല. ഒരുമിച്ച് നിന്നതാ, ഒരുമിച്ച് കൈകോർത്തിരുന്നവരാ, ഒരുമിച്ച് ഫോട്ടോകൾ എടുത്തവരാ, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തവരാ. പക്ഷേ ഇന്ന് നിന്നെ കണ്ടൂടാ. അടക ലബൽക്കന വൈഡവ. നീ ഒരു തെറ്റും ചെയ്തില്ല. വിശ്വസ്തയോടെ നീ ദൈവസ്ഥനിൽ നിന്നു എന്നൊരു തെറ്റു മാത്രമേ ഉള്ളൂ. അടകം പ്രൗഢവനഘടകസ്യ. അടുത്ത അറവന നീ ഭാരപ്പെട്ടു പോകരുത്. നിന്റെ കാര്യങ്ങൾ പലതും പെൻഡിങ്ങിൽ കിടക്കുക. ദൈവാത്മാവ് പറയെ, ഞാൻ ആ പെൻഡിങ് മകളെ നിന്റെ കരങ്ങളിൽ ദിവസങ്ങൾ നൽകാൻ പോകുകയാ. അടകമന അറികൽക്കല. നിന്റെ സാലറിയുടെ വർധനവ് എന്നേ നടക്കേണ്ടതായിരുന്നു. അന്തൽക്കന വൈഷമന ഘടക ശമന ഘടകസ്യ. നീ ചെന്ന നാൾ മുതൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പോൾ നിനക്ക് നല്ലൊരു എമൗണ്ട് വാങ്ങേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അല്ലെങ്കിൽ നിനക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും പെൻഡിങ് ആയി വെച്ചിരിക്കുമ്പോ ദൈവാത്മാവ് പറയുക, അടുത്ത ദിനങ്ങളിൽ നീ ഒരു അതിശയം കാണാൻ പോകുകയാ. ലീമ റഗൽക്കന വൈഷമന ഘടകസ്യ. നിന്നെ മെയിൻ ഓഫീസിൽ വിളിച്ച നിനക്കുള്ള ആനുകൂല്യങ്ങൾ സൈൻ ചെയ്തുള്ള പേപ്പറുകൾ നീ റിസീവ് ചെയ്യാൻ പോകുകയാ. അദ്ദരഘടഘടക ശാന്തരാജകൽക്കന വൈഡമനകസ്യാറവ. നിനക്ക് കുടുംബത്തോടൊപ്പമുള്ള ചില സന്തോഷ നിമിഷങ്ങളുടെ അനുഭവങ്ങൾ ദൈവാത്മാവ് മടക്കി നൽകുക. അന്തർക്കനാജകം വൈഡമനഘടകശ്യ. എന്താകുമെന്ന് നീ ഓർത്ത് കരഞ്ഞ ചില രാത്രികളില്ലേ, ദൈവാത്മാവ് പറയുകയാ അത് ഇന്നതിനായിരുന്നു എന്ന് സന്തോഷിക്കേണ്ട ദിനങ്ങളാക്കി
വരും ദിനങ്ങൾ ദൈവാത്മാവ് മാറ്റുക. ഏപ്രിൽ മാസം നീ ഇന്ന് ആയിരിക്കുന്ന പദവിയിൽ നിന്ന് മകളെ നിന്റെ പേരിനോടൊപ്പം അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ഒരു പൊസിഷൻ എഴുതി ചേർത്ത് നീ ഉന്നതികളിൽ ദൈവം നിന്നെ നിർത്താൻ പോകുകയാ. റീബ റഗൽക്കല പല നിയമങ്ങളും എതിരാ. ജൂഡാമന റഗൽക്കല വൈഷമനക റഗൽക്കല, എന്നാൽ നിന്നെ തകർത്ത് ഞാൻ കളയത്തില്ല. ജൂഡാ മന റഗൽക്കല വൈഷവ, ചില നാളുകൂടെ കഴിയുമ്പോ നിനക്ക് മറ്റൊരിടത്തേക്ക് യാത്രയുണ്ട്. അർക്കമാ ലഗനഘടക ശമന റഗൽക്കന വൈഡവ, ഇന്നത്തെ സന്തോഷത്തിന്റെ നാളുകൾ നിന്റെ ജീവിതത്തിൽ ദൈവം മടക്കി നൽകി നാളെ നിന്റെ ആനന്ദത്തിന്റെ നാളുകളാക്കി. അടകമന റഗൽക്കല വൈഡമനകസ്യ, സന്തോഷിക്കുവാൻ ചില വക ദൈവാത്മാവ് നൽകുമെന്ന ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ആരോടും ഒന്നും പറയാറില്ല, എല്ലാം ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ഒതുക്കുകയാ. ദൈവാത്മാവ് പറയാം, മകളെ നീ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് വിങ്ങിപ്പൊട്ടുന്നത് സ്വർഗം കണ്ടു കഴിഞ്ഞോ. അടകാലകൾ കനം വൈഡമനകഷിയ, ഇനി മുന്നോട്ടുള്ള പാതകൾ സ്വർഗം തുറക്കുമെന്ന്. ആകയാൽ ഉറച്ചു നിൽക്ക്. അതിശയം നിന്റെ ഭവനത്തിനകത്ത് നിന്റെ കണ്ണു മുന്നിൽ നടക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹോവേ, ഇത് നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ. നമ്മുടെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാനുള്ള സമയമാ. എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാനുള്ള സമയമാ. എന്റെ തലമുറകൾക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിപ്പാനുള്ള സമയമാ. അർക്കമന ഹടകമന ശമന അർഗൽക്കന വൈഡമന കസ്യാലഭ അൽക്കോ വൈഡമന ഘടക ശമന ഘടകസ്യ അടക റഗൽക്കല. എസ്തർ എന്ത് ചെയ്തെന്നറിയാമോ? ആ കേട്ടപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ വേർതിരിഞ്ഞിരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. രാജാവിന്റെ അടുക്കൽ പോകുവാൻ ആർക്കും അധികാരമില്ല. അല്ലെങ്കിൽ ചെന്ന് ഒരു കാര്യം നേരിട്ട് ബോധിപ്പിക്കുവാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. എന്നാൽ എസ്തർ രണ്ട് കൽപ്പിച്ചു പോകുകയാണ്. വിൻസി എന്ന് പറയുന്ന മകളോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അടക, നീ ചോദിക്കുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവാത്മാവ് പറയുകയാ, അത് മാനുഷികമായ ചിന്തയിൽ പ്രയാസ, എന്നാൽ എനിക്ക് അസാധ്യമായതല്ലേ അല്ല. അടകമനകസ്യ, മകളെ നിന്റെ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് നീ കണ്ണാലെ കാണാൻ പോകുകയാ. നീ ഇത്രത്തോളമേ വരികയുള്ളൂ എന്ന് വിധി എഴുതിയിരിക്കുന്നവരുണ്ട്. എന്നാൽ ആ വിധികളെ മാറ്റിമറിച്ചുകൊണ്ട് നീ അതിനപ്പുറം കടക്കുമെന്ന് ദൈവം ഹല്ലേലൂയ തെളിയിക്കാൻ പോകുകയാ. നിശ്ചയിക്കപ്പെട്ടൊരു കാലാവധിക്കകം വച്ച് നിന്റെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ ദൈവത്താൽ സംഭവിക്കാൻ പോകുകയാ. ലീമ ഹദരഘടക ശമനകരകസ്യാലകൽക്കന അതനാരക, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം ശത്രു നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിച്ചതാ. അടക റഗൽക്കല, എന്നാൽ അവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടു വേർതിരിച്ചു. എന്തിനെന്നറിയാവോ? ചില മഹത്വകരമായ പ്രവൃത്തികൾ നിന്നിലൂടെ എനിക്ക് പല ദേശത്തിന്റെ നടുവിലും ചെയ്തെടുക്കുവാനുണ്ട്. പലയിടത്തും ഒതുങ്ങിപ്പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആരുടെയും മുമ്പിൽ എടുത്തു ചാടി സംസാരിക്കാറില്ല. എന്ത് കേട്ടാലും കുറെ നേരം മൗനമായി ഇരുന്നിട്ട് അതിന് ഉത്തരം പോലും നീ ഹല്ലേലൂയ പറയാറുള്ളൂ. എന്നാൽ ദൈവാത്മാവ് പറയാം, മകളെ മൗനം പാലിച്ചത് മതി. ഇനി ദൈവസന്നിധിയിൽ ഇടവിടാതെ നിലവിളിച്ചു തുടങ്ങിക്കോ. ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്തളങ്ങൾ വെളിപ്പെടാം. നിന്നെ കൊണ്ട് ഇത്രത്തോളം കഴിയുമോ എന്നൊരു ചോദ്യചിഹ്നമായവരുടെ നടുവില് ആശ്ചര്യം കൂറുമാറ ചില നന്മയുടെ പ്രവൃത്തികൾ നിന്റെ ഹല്ലിൽ വരും കാലയളവിൽ വെളിപ്പെട്ട. അടകമനഘടക ശന്തന പൊട്ടക്കിണറിന്റെ ഏകാന്തത നീ അനുഭവിച്ചില്ലേ? ഒറ്റയ്ക്കായ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ കടന്നുപോയില്ലേ? ദൈവാത്മാവ് പറയാ, നീ അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നോ? നിന്റെ ഹല്ലിൽ സമീപേ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അടകാറികൾക്കന വൈഡ, പലപ്പോഴും നീ ചിന്തിച്ചോ, ദൈവമേ ഞാൻ ഒറ്റയ്ക്കായെന്ന്? ഇല്ലേ, ഇല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്റെ സമീപേ തന്നെ എന്റെ കരം നിന്റെ കല്ലിൽ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ മകളെ, ദിവസങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കരയുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങളില എന്റെ പ്രവൃത്തി അസാധാരണമായ ദൈവപ്രവൃത്തിയോടെ നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങൾ വെളിപ്പെട്ട് നിന്നൊരു മാന്യ പാത്രമായി പുറത്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറും. ഘടക വൈഡമന ശമനാറകൽക്കന വൈഡമന അതരഘടക ശന്തരാജകൽക്കല വൈഡവ. അജയ് എന്നവന്റെ പ്രിയ അങ്കിളിനോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. പ്രിയദാസനെ, നിന്നെ നിന്നയുടെ കാലങ്ങളുടെ അവസാനത്തിലാണ് നീ എത്തിയിരിക്കുന്നത്. അടകമനക ശന്തന ചില നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങള് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. മാറിയിരുന്ന ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന നിന്നെ നിന്റെ കുടുംബത്തെ നിന്ദിച്ച അടകാറകൽക്കല വൈഡമനകശ്യ, ഒന്നിനും കഴിവില്ലാത്തവൻ, ഒന്നിനും കൊള്ള
വളരുതാത്തവൻ എന്ന് പറഞ്ഞ് നിന്നെ മുദ്ര കൊത്തി മാറ്റിയിട്ടിരിക്കുമ്പോ ദൈവാത്മാവ് പറയുകയാ, അടക അറകൽക്കന വൈഷമന അറകൽക്കന, ഈ ദിവസങ്ങൾ നിന്നയുടെ കാലഘട്ടം അവസാനിക്കാൻ പോകുകയാ. ആ നിന്നെ ഞാൻ ഉരുട്ടി മാറ്റാൻ പോകുകയാ. പലപ്പോഴും സ്വയം ചിന്തിക്കാറുണ്ട്, ഞാനൊരു രോഗിയാണല്ലോ ദൈവമേ എന്ന്. ഒരിക്കലും അങ്ങനെ ഇനി ചിന്തിക്കരുത്. അടക അറകൽക്കന വൈഡമന, ഈ രോഗശൈലിയില് നീ ഒറ്റയ്ക്കല്ല. അടക അറകൽക്കന വൈഡമനക, ആശ്വാസദായകനായി എന്റെ കര സമീപെ തന്നെ ദാസനെ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അടകം പ്രൗഢമനക ശതിനെ റകൽക്കനം ദരാജകേ റകം മനാറകൽക്കന വൈഷമനാറകസ്യ. പലരും പറയുക അല്ലല്ലയ അല്ലേലൂയ റാമാറകൽക്കന, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ജൂഡവനകട വിരാജകൽക്കന അജരഹസ്യ റബനഘടക. ഈ 2026 ഈ മാസം പകുതി ആകുന്നതിന് മുന്നേ ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകും. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഈ ചിലവിടുന്നത് എടുത്ത് കയ്യിൽ വച്ചിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ കൈ നീട്ടേണ്ട അനുഭവം ഉണ്ടാകുമോ? ക്ഷമ ലഗമനഘടകസ്യ ലഗനക. ആർക്കു വേണ്ടിയാ ഇങ്ങനെ നോക്കുന്നത്? പലരുടെയും ചിന്താഗതി അക്കൗണ്ടിൽ അങ്ങ് നിറഞ്ഞു കിടക്കുകയാണെന്ന്. അടകം പ്രൗഢനഘടകസ്യ, 2 തലമുറകളും അധ്വാനിച്ചങ്ങ് കുന്നുകൂട്ടുകയാണെന്ന്. അടുക്കെ മനാറകൾ കനം വൈക്ഷമനഘടകസ്യ അറകനഘടകസ്യ. എന്നാൽ അഭിഷിക്തദാസനോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടക റമനഘടകം പ്രൗഢവന, യേശു കുഞ്ഞിനെ അല്ലെങ്കിൽ കയ്യിൽ ഏന്തിയിട്ടല്ലാതെ അടക അറകൽക്കന ശിമ്യോന്റെ ജീവിതത്തിനകത്ത് അടക അറകൽക്കന വൈഡമനക അറകൽക്കന വൈഷമന, ആ കുഞ്ഞിനെ കയ്യിൽ ഏന്തുന്നത് വരെ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞതുപോലെ ചില രക്ഷ കാണുവാൻ തക്കവണ്ണം ഈ ഭൂമി ദൈവം നിന്നെ ആയുസ്സോടെ നിർത്ത്. അട അറകൽക്കന ആയുസ്സിനെ ഹല്ലേലൂയ വിധി പറഞ്ഞ് ശത്രു നിൽക്കുമ്പോ ദൈവാത്മാവ് പറയുക, ചിലത് കാണുവാൻ തക്കവണ്ണം ഈ ഭൂമി ഞാൻ നിന്നെ നിർത്തും. നിന്റെ പേരിൽ വസ്തു വാങ്ങിക്കുന്ന നിലവാരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ജൂഡാവന അറകൽക്കല. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ ഇനി എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, ഇനി തലമുറകളൊക്കെ വാങ്ങി അവരൊക്കെ സ്വയം രക്ഷപ്പെടട്ടെ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പിതാവെന്ന നിലയിൽ പലപ്പോഴും ഹൃദയഭാരത്തോടെ ദൈവസന്നിധിയിൽ കരയാറുണ്ട്, എന്റെ മക്കൾക്ക് വേണ്ടി എനിക്കൊന്നും അധികം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. എന്നാൽ ദൈവാത്മാവ് പറയുക, ദാസനെ, അവരുടെ നന്മ നിന്റെ പേരിന് അറിയപ്പെടാൻ പോകുകയാ. ലിഖമശമനഘടകസ്യ, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീടിരിക്കുന്നു, അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. അളവ് തിരിച്ച് റീബ അറകൽക്കന ദൈവാത്മാവിനെ കാണിക്കുന്നത് ഒരു കനാല് പോകുന്ന ഒരു വഴി. അടക അറകൽക്കന വൈഷമന ഘടകസ്യ ഹന്ത അറകൽക്കന. എന്നാൽ അത് ഹല്ലേലൂയ വെള്ളമുണ്ടോന്ന് ചോദിച്ചാൽ വെള്ളമില്ല. എന്നാൽ മഴക്കാലത്ത് ആ കനാലിലൂടെ വെള്ളം പോകുക. അവിടെ നിന്ന് അല്പം അകന്നു മാറി അടകമന അറകൽക്കന ഒരു ഫലപുഷ്ടിയുള്ള സ്ഥല. അടക അറകൽക്കന 8 സെന്റ് സ്ഥല ദൈവാത്മാവ് ഒരുക്കി നിങ്ങളുടെ പേരിൽ നൽകുന്നു എന്ന ആത്മാവിൽ ആലോചന കൈമാറട്ടെ. എനിക്ക് സ്ഥലം അറിയത്തില്ല, ദൈവാത്മാവ് പറയുന്ന പോലെ ഞാനങ്ങ് പറയുകയാ. ലേമാ ശമനഘടകം പ്രൗഢരഹസ്യ അടക അറകൽക്കല. ചില മരങ്ങൾ അതിനകത്ത് കാണാം. അന്തൽ പ്രൗഢമനഘടക ക്ഷമാറുകൾക്കല്ല അതനഘടകസ്യ അന്തേറുകൾക്കല. മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ടുള്ള ഒരു റോഡായിരിക്കുക അന്തേറുകൾക്കല. നിന്റെ പ്ലോട്ടിനകത്ത് വാഹനം കയറി ചെല്ല. അടകം പ്രൗഢനഘടക ശാന്തരാജകൾ കനം വൈഡമാറകൾക്കല. ഒരു ചതുപ്പ് നിലം പോലെ പുറകിലത്തെ ഭാഗം കാണാം. എന്നാൽ മുന്നത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം കാണുകയില്ല. എന്നാൽ കോമ്പൗണ്ട് പോലെ അടകാറകൾക്കല മതില് കെട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ വേര് തിരിച്ചു കെട്ടിയിരിക്കുന്ന ഒരു ഭാഗ അടകം പ്രൗഢരഘടക ശാന്തരാജകൽക്കല. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ സകലവും നൽകാമെന്ന് പറഞ്ഞ എന്റെ കരം നീ ഇപ്പോൾ ചെയ്യുന്ന എന്റെ രാജ്യത്തിന് വേണ്ടി അടകമന ഘടക. എഴുന്നേറ്റ് ഓടി നടന്നൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിലും ജൂഡ അറകൽക്കല പ്രാർത്ഥനയിൽ ഇരുന്നത് കൊണ്ട് ചിലത് നേടാൻ പോകുകയാ, ചിലത് നേടാൻ പോകുകയാ. ദീപ ലകൽക്കന വൈഷമനകസ്യ അടകമന ഘടക ശാന്തന. ഒരു പ്രത്യേക ഒരു വ്യക്തിയുമായി ദിവസങ്ങൾ ദൈവാത്മാവ് കണക്ട് ചെയ്യുക. അന്തൽ പ്രൗഢന ഘടകശ്യ. പ്രാർത്ഥനയ്ക്കായി അവർ ഒരു വിഷയം കൈമാറുക.
നീ കുടുംബമായി ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായി ആ വിഷയത്തിന് പലരും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്തതാ. എന്നാൽ നിങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവാത്മാവ് വേഗത്തിൽ മറുപടി അയക്കുക. അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കും ഈ ഒരു നന്മ തുറക്കുന്നതെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ശമന ആകെ ദാസനെ ഉറച്ചു നിൽക്കുക. നീ ചിലത് കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. നിന്റെ പേരിനാൽ ചിലത് വരാൻ പോകുകയാ. അറിയപ്പെടാത്ത ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ഞാൻ നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അതരഘടകമന ഹതരഘടക ശന്തരാ ജഗൽക്കന വൈദവനഘടക ശന്തരാ ജഗൽക്കന വൈദവനഘടകഷ്യ അതിരഘടക മനാറകൽക്കല വൈദവനഘടക ശത്തുനാർ. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്ന ദൈവമേ, എന്റെ വിഷയത്തിന് അവര് അവസാന ഘട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂഡ മന റബ ലഗ ലഗ ക്ഷമ ലഗൽക്കന വൈദവ. ബിജു എന്ന് പറയുന്ന ഡിവേഴ്സിൽ ഇരിക്കുന്ന ഒരു പിതാവും മാതാവും പുറകിൽ ഒരു ദാസി ഇരിപ്പുണ്ട്. ആ പുറകിലിരിക്കുന്ന ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടകമനഘടക ശന്തന. ജീവിതത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ചിറകൊടിഞ്ഞൊരു പക്ഷി എന്ന പോലെ നിന്റെ ജീവിതത്തിനകത്ത് ആശയറ്റ ഒരു അനുഭവത്തിലാണ് ഇപ്പോ നീ നിൽക്കുന്നത്. അടകമനഘടക ശന്തര അറികൽക്കല. നടുകടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയോ അതുപോലെ ആ ദാസി നിന്റെ അവസ്ഥ. നിനക്ക് മുമ്പോട്ടും പോകാൻ കഴിയുന്നില്ല, പുറകോട്ടും പോകാൻ കഴിയുന്നില്ല. ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. നേരെ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി. അടകമനഘടക ശന്തേ രഗൽ കനം വൈഡമ. ഒന്ന് കരഞ്ഞിട്ട് എത്ര നാളായി. അടക ലഗൽ കനം വൈഡമനക ക്ഷമേ രഗൽ കനാറമ. പരിശുദ്ധാത്മാവ് പറയുകയാ, അകപ്പെട്ടു പോയല്ലോ എന്ന് നീ ചിന്തിക്കണ്ട. നിന്നെ ദൈവം അവിടെ നിർത്തിയിരിക്കുന്നതാ. ലേമ ഹതര ഘടകം പ്രൗഢരക ക്ഷമാരകൾ കല. ഈ ദിവസങ്ങൾ സമയം വേർതിരിഞ്ഞിരുന്ന ചില ദിവസങ്ങൾ ഉപവസിക്കാൻ നീ ഒരുക്കമായ നിന്റെ മേലുള്ള വിധി ദൈവം മാറ്റാൻ പോകുകയാ. അദ്ദൽ കനം വൈഡമന. ശത്രു നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന രേഖകളെ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാ. നിനക്ക് ശുഭവോ അനുഗ്രഹവുമായ ഒരു വഴി ദൈവത്താൽ തുറക്കപ്പെടുകയാ. റീമ ഹദർ കരാറകൽക്കന വൈഡവ. നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ പോലും നിന്നെ പരിഹസിച്ചിട്ടുണ്ട്. അടകമന ഹതരഘടക ശമനകരകസ്യ ലവനകരക ശന്തരാ ജഗൽകളെ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കുന്നവരുടെ നടുവില് ഒറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല മകളെ. പലരും പരിഹസിച്ചിട്ട് മാറിപ്പോകുമ്പോ നിന്റെ കണ്ണുനീർ ഓരോ തുള്ളിയും രാത്രിയാമങ്ങളിൽ വീഴുന്നത്, നിന്റെ കണ്ണുനീർ കൊണ്ട് നിന്റെ തലയിണ നനയുന്നത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. ജൂഡ മന ഹതരഘടകശ്യ. എന്നാൽ നീ ഒരു കൃപ ഏറ്റെടുത്ത് ദൈവസ്ഥനിൽ കയറി വരണം. നീ ഒരു കൃപ ഏറ്റെടുത്ത് കയറി വരണം. അടകം പ്രൗഢ ലാജകൽക്കന ഉടിക്കമാലകൽക്കനാറക അത്തി റവനഘടകം പ്രൗഢരക ശാരകൽക്കനാറവ. ഈ ദിവസങ്ങളിൽ ഉറച്ചു നിൽക്കുക. നിന്റെ കണ്ണുകൊണ്ട് ചിലർ നീ കാണുക, നിന്റെ കൈ കൊണ്ട് നീ ചിലർ അനുഭവിക്കാൻ പോകുകയാ. അത് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം നമ്മൾ ഓർത്തു നോക്കിയാലേ നമ്മൾ നിന്നെന്ന് പറയാനുണ്ടോ? അല്ലല്ലേ നമ്മൾ നടന്നെന്ന് പറയാനുണ്ടോ? നമ്മൾ നേടിയെന്ന് പറയാനുണ്ടോ? ഇല്ലേ, ഇല്ല. സ്വർഗം നമ്മളെ നടത്തിയതാ. ബലഹീനരായ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തന്ന അനുഭവങ്ങൾ ഓർത്താൽ, അപ്പൊ ഹല്ലേലൂയ, ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ
ചൂടകമന ഹതരഘടക ശമനാറകൽക്കന വൈഡവനഘടക ശാന്തരാജകൽക്കന വൈഡവ. എന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ വേലയില്ല, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് 6 വർഷം, കർത്താവിന്റെ വേലയിൽ കുടുംബമായി നിന്നിട്ട് 6 വർഷം. ദൈവം ഈ കൃപ തന്നത് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്താ. അന്ന് എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ശിക്ഷണത്തിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം. എന്നാൽ എന്റെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഞാനും ഈ സൂം മീറ്റിങ്ങുകളൊക്കെ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് തുടങ്ങാൻ ഇടയായി തീർന്നത്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആദ്യം ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്ന് എന്റെ പിതാവിനോടും മാതാവിനോടോ ഹസ്ബൻഡിന്റെ മാതാവിനോടോ സഹോദരങ്ങളോ അവരൊക്കെ ആയിരിക്കുന്ന നല്ല സാഹചര്യത്താ. അവരോട് ആരോടും ഞങ്ങൾ 1 രൂപ പോലും ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. ദൈവത്തോട് മാത്ര. അല്ലെങ്കിൽ നമ്മുടെ ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നിസ്സാരമായ, എന്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേനായ്ക്ക് കൊതിച്ചിട്ടുണ്ട്, ഒരു പെൻസിലിന് കൊതിച്ചിട്ടുണ്ട്. ആ സമയം എന്റെ മാതാവ് വേദപുസ്തകം എടുത്ത് എന്റെ കയ്യിൽ തരിക, അല്ലെങ്കിൽ സ്കൂൾ അടയ്ക്കുമ്പോൾ അന്ന് വൈകിട്ട് വീട്ടിൽ വരുമ്പോ അമ്മ ബൈബിൾ എടുത്ത് കയ്യിൽ തരിക. 2 മാസം സമയമുണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്താണോ ദൈവം തരാത്തത് അത് മാത്രം പറയുക, ഞാൻ വാങ്ങിച്ചു തരാന്ന് പറയുക. അല്ലെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി ഇരുന്ന് ലിസ്റ്റ് എഴുതാം, പുതിയ സ്കൂളിൽ പോകുമ്പോൾ പുതുതായിട്ട് എന്തൊക്കെ വേണമെന്ന് ലിസ്റ്റ് എഴുതാം. എന്നിട്ട് ഞാൻ എന്റെ ബൈബിളിനകത്ത് വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കും, ദൈവം ഇതെല്ലാം എനിക്ക് തരണം. ഒന്നുപോലും എന്റെ മാതാവ് വാങ്ങിച്ചു തന്നിട്ടില്ല. സ്കൂള് തുറക്കുന്നതിന്റെ തലേ രാത്രി വിളിച്ചു ഉണർത്തി എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാന് വിദേശത്ത് എന്റെ പിതാവ് പിന്നെ പോയെങ്കില അതിനു മുന്നേ അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു വാട്ടർ ബോട്ടില്, ഒരു പെൻസിലിന് വേണ്ടി ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്, ഒരു സ്പ്രേ അടിക്കാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്, ഒരു പെർഫ്യൂമിന് വേണ്ടി. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാര് എന്റെ ചർച്ചിലുള്ളവരൊക്കെ വന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം എങ്ങോണ്ടോ എന്റെ മാതാവ് ആരോടത്തോ ചോദിച്ചപ്പോ അന്ന് എന്റെ മാതാവിനെ എല്ലാവരും വെച്ച് കളിയാക്കി. പക്ഷെ ആ വീട്ടിലും കൊണ്ട് കൊടുക്കുക. ദൈവം പിന്നത്തേത് ഞങ്ങൾക്ക് ഭാഗ്യം തന്നോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലേ നമ്മൾ ചോദിക്കുന്ന നിസ്സാര ഒരു പേനയ്ക്ക് വേണ്ടി അന്ന് എന്റെ വിശ്വാസം എന്റെ മാതാവ് വളർത്തിയെടുത്തതാ. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ചോദ്യം ചോദിച്ചിട്ടില്ല എന്നല്ല, ചോദിച്ചിട്ടുണ്ട്. ഈ ബീനാന്റിക്ക് അറിയാം എന്റെ അവസ്ഥകളൊക്കെ, ഞാൻ പലപ്പോഴും ആന്റിയോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ആന്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിനകത്ത് ദൈവ സമാധാനം നൽകുക, ദൈവം അതിനകത്ത് ഇടപെടുക. ഞാൻ ആ വിഷയം അപ്പാടെ ഞാൻ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തീർന്നു എന്ന് ചിന്തിച്ച് ഞാൻ ആന്റിക്ക് മെസ്സേജ് ഇട്ടുന്ന ആ സമയത്ത് ആന്റി എന്നോട് പറയുക, അല്ലെങ്കിൽ ലീന സിസ്റ്ററെ ഞാൻ ഇതിനപ്പുറം കഷ്ടതയെ കൂടെ കടന്നു വന്നതാ, ഇതിനപ്പുറം വേദനയെ കൂടെ കടന്നു വന്നതാ. എനിക്ക് അതുകൊണ്ട് ലീന സിസ്റ്റർ പറയുമ്പോ ആ വിഷയം എന്തെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. പക്ഷേ ദൈവം അങ്ങനെ ചെയ്യാൻ ഇടവരുത്തത്തില്ല. അല്ലെങ്കിൽ എന്റെ വീട്ടിനകത്ത് അതുപോലെ വിഷയങ്ങൾ ഇപ്പോഴും ഞാൻ കടന്നു പോകുന്ന, പക്ഷേ ഹല്ലേലൂയ, ദൈവം നിർത്തിയാൽ നമ്മൾ നിൽക്കും. ദൈവം നിർത്തിയാൽ ഞാനും നിങ്ങളും നിൽക്കും. ഹല്ലേലൂയ. ദൈവം നടത്തിയാൽ നമ്മൾ നടക്കും. അങ്ങനെയെങ്കിൽ ബലഹീനരായ നമ്മളെ ബലത്തോടെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ബലവാനായ ദൈവത്തിന്റെ കരമുണ്ട്. ബലഹീനരായ നമ്മള് ഇന്ന് മറ്റുള്ളവരുടെ നടുവിൽ ബലത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ബലവാനായ ദൈവത്തിന്റെ അത്ഭുത കരമുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുക്കണമേ. ഈ വാക്കൊരു ചെറിയ വാക്കാ. അല്ലെങ്കിൽ യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. എസ്തറിന്റെ ജീവിതം നോക്കിയേ. ദൈവസന്നിധി ഇരുന്നിട്ടതാ എസ്തർ രാജസന്നിധിയിലേക്ക് ചെല്ലുകയാ. ദൈവസന്നിധി ഇരുന്നിട്ട് നാം എവിടെയെങ്കിലും കയറി ചെന്നാൽ അവിടെ മറുപടി വലുതാ. ദൈവസന്നിധി ആദ്യം ഇരിക്കണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പറയാം, ആദ്യം ഫേസ്ബുക്ക് എടുക്കും, അല്ലെങ്കിൽ വാട്സപ്പ് എടുക്കും, കൂട്ടുകാരോട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോട് ഷെയർ ചെയ്യും. എനിക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട്, ഞാൻ എന്നാ ചെയ്യുമെന്താ. പക്ഷെ അവര് ചിലപ്പോൾ നമ്മളെ കുറച്ചുകൂടെ വേദനപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും പറയുന്ന, ചിലപ്പോൾ കുറച്ചുകൂടെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും പറയുന്ന. എന്നാൽ ആദ്യ ദൈവസന്നിധിയിലിരുന്ന ജൂഡാമന ഹദരകട നമുക്കൊരാവശ്യം വന്നാൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവസന്നിധി ഇരുന്ന ജോയ്സ് ബിജു എന്ന് പറയുന്ന ദാസിയോട് ആത്മാവിൽ ആലോചന ഘടകമന ഘടക ശമന ഘടകസ്യ അലകൾ കല. വോയിസ് ക്ലിയർ ആണോ? ഇല്ല സിസ്റ്റർ, ജോയ്സ് പറഞ്ഞില്ല. ജോയ്സ് സിസ്റ്റർ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ.
കറണ്ട് പോയി. ഓക്കെ, കറണ്ട് വന്നു. ഹല്ലേലൂയ. ഹദരഘടകം പ്രൗഢരക ക്ഷമന അറകൽക്കല ജോയ്സ് ബിജു എന്ന് പറയുന്ന അദ്ദേഹം സഹോദരിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ശമനം പ്രൗഢരാജകേലകൽക്കന അധുരഘടകം പ്രൗഢരാജകം പ്രൗഢരക ക്ഷമന അൽക്കാരകനഘടക സീക്കെ മനം പ്രൗഢരേ ജഗൽ കനം വൈടവാറക. നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവ സന്നിധിയിൽ ഇരിക്കുന്നില്ലേ? അടാനകൾ കനം വൈഷമ റകം മനാജകൾ കല അല്ലേലി. ആ വിഷയത്തിനകത്ത് ദൈവം ചില നീക്കുപോക്കുകൾ നൽകാൻ പോകുകയാ. അന്തരകജകന ഘടകക്ഷമന, ആദ്യം നീ എന്റെ സന്നിധിയിലല്ലേ ഇരുന്നത്, നിന്റെ വിഷയത്തിനകത്ത് നീക്കുപോക്ക് നൽകാൻ പോകുകയാ. ലീധരാജകം മനാജകം ധാരകക്ഷമാറകൾ കന ഉലീരകം പ്രൗഢരക ക്ഷമനഘടകസ്യ. ഹൃദയത്തെ വല്ലാതെ കീറി മുറിക്കുന്നത് പോലെയുള്ള ചില വേദനകൾ, ചില ഭാരങ്ങൾ, ചില നിരാശകൾ ഇന്ന് രാത്രികാല ദൈവാത്മാവിനാൽ ഹീലാകാൻ പോകുകയാണ്. ജൂഡ മന ശകമന ഹതരഘടക ക്ഷമനഘടക മാരക ക്ഷമന ജാരകൽക്കന അൽക്കാലകം ദുരാജകൽക്കല. ഇത് നിന്റെ ജീവിതത്തിനകത്ത് യഹോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാ. ജുഡകമന ഹറികൽക്കല ആരാശമന. ആകയാൽ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക. നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. എസ്തർ കണ്ടോ, ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് രാജസന്നിധിയിൽ പോകുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്തളങ്ങളിലും നമ്മുടെ വിഷയങ്ങൾ ആദ്യം ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണോ നാം അല്ലെങ്കിൽ അധികാരികളുടെ അടുത്തേക്ക് പോകുന്നത്? നാം ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണോ നമ്മുടെ വിഷയത്തിനൊന്ന് എഴുന്നേൽക്കുന്നത്? വലിയ വിടുതല, വലിയ വിടുതല. നിസ്സാരമായ വിടുതലല്ല, വലിയ വിടുതല, വലിയ വിടുതൽ. ശമന ഹദരഘടക ശബന അറകൽക്കന ഉടാ റബനഘടകം പ്രൗഢരക ജാർക്കമനഘടക ശമന അല്ലെങ്കിൽ ദൈവ സന്നിധിയിൽ ഇരുന്നിട്ട് എസ്തർ പോകുക രാജസന്നിധിയിലേക്ക്. എന്ത് സംഭവിച്ചു? രാജസന്നിധിയിൽ ചെന്നപ്പോ ചെങ്കോൽ നീട്ടുവാനിടയായി, പൊൻചെങ്കോൽ നീട്ടുവാനിടയായി തീർന്ന. എന്തുകൊണ്ടെന്നറിയാമോ? രാജാവ് നീട്ടുവാനിടയായി തീർന്ന. ആദ്യം അവൾ ആരുടെ സന്നിധിയിലായിരുന്നത്? ദൈവ സന്നിധിയിലായിരുന്നത്. നമ്മുടെ വിഷയം വലുതാകട്ടെ ചെറുതാകട്ടെ, പ്രയാസകരമേറിയ വിഷയമാകട്ടെ ഭാരമേറിയ വിഷയമാകട്ടെ, ഏത് തന്നെ ആയാല് ദൈവിക പാദപീഠങ്ങൾ ഇരുന്നിട്ട് എഴുന്നേറ്റ വിടുതൽ നമുക്ക് സുനിശ്ചിതമാണ്. ഉടകമന ബിജോയ് ജമ്മു എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന ദാസന്റെ സമീപം ഇരിക്കുന്ന ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അർക്കേ മനാ ജഗമനഘടക ശമനഘടകസ്യ. മകളെ, നിന്റെ ജീവിതാനുഭവം ഇത് തന്നെയാണ്. നീ എന്ത് കാര്യത്തിനും ആദ്യം ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതാ ഇതുവരെയുള്ള നിന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം. ഉറക്കമാനമാലകൾ ദീപാറകൾ വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയതാണ്. വീഴാതെ നിന്നത് ദൈവിക കൃപയ. സമാനാര സീഖമനകരഹസ്യ. മകളെ, പ്രാർത്ഥന കുറയ്ക്കരുത്. നിന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ചില അണലികളുണ്ട്. എന്നാൽ തീ കത്തി തുടങ്ങുമ്പോ അടക പുറത്തു വരും. എന്നാൽ അതേ തീ നീ കൊടയണം. ക്ഷമാറകൽക്കന മാറകൽക്കല. എന്നാൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ നീ ആയിരിക്കുന്ന പട്ടണത്തിനകത്ത് ദൈവാത്മാവ് ചെയ്തെടുക്കാം. ലഗസ്യ റബനഘടകശ്യ. ദൈവാത്മാവിനെ കാണിക്കുന്നത് ഒരു മെയിൻ റോഡിൽ നിന്ന് അല്പം ഒന്ന് അകന്ന് അടക ഒരു കോണിപ്പടി കയറി അല്ലെങ്കിൽ മുകളിലേക്ക് എത്തുമ്പോൾ പ്രഭാരകൽക്കന വൈഡവ നീ ഇപ്പോൾ ആയിരിക്കുന്ന ഇടം അർക്കമനഘടക ശമനാറകൽക്കല. അവിടെ നിന്ന് നീ ചുറ്റുമൊന്ന് നോക്കിയാൽ അടകമനഘടകസ്യ വൈഡം കൗഡന ജഗൽക്കല. വണ്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. അർക്കേ മനസ്യ റകൽക്കനം വൈഡമനകസ്യ. എന്നാൽ അവിടെ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് ഒരു മാറ്റമുണ്ടെന്ന് ദൈവാത്മാവ് ആലോചന കൈമാറുകയാ. ഇനി നീ കോണിപ്പടി കയറേണ്ടി വരത്തില്ല. നീ റോഡിൽ നിന്ന് നേരെ കയറുന്ന വീട്ടിലെന്ന വണ്ണ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. നാളുകളായി വിഷയം രഹസ്യത്തിലുണ്ട്, പ്രാർത്ഥന അടക അറകൽക്കല. അത് പരസ്യമായി കാണുന്ന ഒരു സ്വർഗമുണ്ട്. അർക്കിമന ജഗൽക്കന പല വാതിലുകളും മുട്ടി, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നില്ല. ഇത് ഇപ്പോൾ താമസിക്കുന്നത് എല്ലാ കാര്യത്തിനും അല്പ പ്രയാസകരമേറിയ അനുഭവമാണ്.
എന്ത് കാര്യത്തിനും ഓടിയെത്തുവാൻ പലപ്പോഴും ഈ സ്ഥലത്ത് നിന്ന് താമസമുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുകയാ, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാമോ? ഇപ്പോൾ ഇടുങ്ങിയ സാഹചര്യമാ, ഇടുങ്ങിയ സാഹചര്യം. പക്ഷെ നിങ്ങളുടെ സാമ്പത്തികത്തിന് ഒത്തവണ്ണമുള്ളത് ഇതേ ഇപ്പോ ഉള്ളൂ. അതുകൊണ്ട് ഒതുങ്ങുകയാ. ദൈവാത്മാവ് പറയുക, ഇല്ല ഇല്ല, ഇതിൽ നിന്ന് അല്പം വിശാലം വരെ ഒരാള് വന്നാൽ കൂടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുവാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാ. പല അഭിഷിക്തന്മാരും വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകേണ്ട ഒരു അവസരം. അവരോടൊന്ന് തല ചായ്ച്ച് ഇന്ന് ഇവിടെ കിടന്നിട്ട് അടുത്ത ദിവസം പോകാമെന്ന് പറയാൻ കഴിയുന്നില്ല. നാട്ടിൽ നിന്നും അധികം ആരെ കൊണ്ടു ചെല്ലാൻ കഴിയുന്നില്ല. ദൈവഹിതപ്രകാരമാണ് അവിടെ ചെന്നത്. എന്നാൽ ഇപ്പോൾ എന്തോ ഒറ്റപ്പെട്ടൊരു സാഹചര്യം പോലെ ആയിപ്പോകും. ഒരു ഒതുക്കത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന പോലെ, അധികം ആരോടും ഒന്ന് മിണ്ടുവാനോ ഒന്നും കഴിയാതെ പോകുന്നു വരുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സൂം ഉള്ളത് കൊണ്ട് അല്ലെ മനസ്സിനൊരു ആശ്വാസം. ജുഡകമന തള്ളിയതല്ല കേട്ടോ, ദൈവം മറന്നു കളഞ്ഞതല്ല. അടുത്ത ദിവസങ്ങളില് നിങ്ങൾ പലയിടത്തും പോയി കണ്ടു, പക്ഷെ മൗനം പാലിക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം അവർ പറയുന്ന ആദ്യത്തെ എമൗണ്ട് കാണിക്കുവാനോ കൊടുക്കുവാനോ ഇല്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിലെ പല കാര്യങ്ങളും പെൻഡിങ് ആവും. നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ചിലരുണ്ട്, അവർക്കൊന്നും കൊടുക്കുവാൻ കഴിയാത്തൊരനുഭവം. പക്ഷെ ദൈവാത്മാവ് പറയാ, നിങ്ങൾക്ക് വേണ്ടിയുള്ളത് സ്വർഗം കരുതി കഴിഞ്ഞു. അഭിഷിത്തിന്റെ അക്കൗണ്ടിലേക്കുള്ളത് ദൈവം കരുതി കഴിഞ്ഞു. നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയാണ്. ഏകദേശം 1.25 വർഷത്തിലേറെയായി ഈ വിഷയത്തെ ഓർത്ത് ഞെരുങ്ങുന്നു, ഭാരപ്പെടുന്നു. ദൈവാത്മാവ് പറയുന്നു, റോഡിൽ നിന്ന് കാൽ വച്ച് കയറുന്ന നിലവാരത്തിൽ കെട്ടുറപ്പുള്ള ഒരു സ്ഥലം വാസയോഗ്യമാക്കി ദൈവാത്മാവ് ഒരുക്കാൻ പോകുകയാണ്. ഭയപ്പെടേണ്ട, അത് അനുകൂലമായൊരു ഇടത്ത് നിന്നായിരിക്കും. അടക അറബൽക്കന വൈഡമ പ്രായമുള്ള മാതാപിതാക്കളാൽ നിർമ്മിതമായ ഒരു കെട്ടിടത്തിലേക്ക് അടകം പ്രൗഢരകക്ഷാരകൽക്കല ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുക. അസ്തനാറികൽക്കല നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും സൗകര്യം എന്ന വണ്ണ അടകം പ്രൗഢരകക്ഷന്തനെ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നത് ദൈവം നിങ്ങൾക്ക് തന്നു മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അത് നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ദൂതൻ വന്ന് പറയുന്ന എന്ന വണ്ണ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കി കഴിഞ്ഞു. വരും ദിവസങ്ങൾ അത് വെളിപ്പെട്ടു വരിക. പലരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വേണ്ടപ്പെട്ട വിശ്വസ്തരായിട്ടുള്ള, എന്നാൽ അതിൽ നിന്ന് ചിലത് അടകാറുകൾക്കന വൈഡവ മാറി നിൽക്കുമ്പോൾ അർക്കാറുകൾക്കന വൈഡവ ചെയ്യാം എന്നൊക്കെ വാക്ക് തന്നിട്ട് മാറി നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയാ, അവരൊക്കെ മാനുഷ്യ കരങ്ങൾ ചലിക്കാത്ത ഇടത്താ ഇന്ന് രാത്രികാലം എന്റെ കരം ചലിക്കാൻ പോകുകയാ. ഉടക്കമന ഘടക ശബ്ദന ജഗൽക്കന വൈഡവനകസിയ മാനുഷ്യ കരം ചലിക്കാത്ത ഇടത്ത് ദാസനെ ദാസിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ കരം ചലിപ്പിക്കാൻ പോകുകയാ. റീപന ഹതരഘടക ശബ്ദന ജഗൽക്കല വല്ലാത്തൊരു ഭയത്തിനകത്ത് കടന്നു പോകുമ്പോ ദൈവാത്മാവ് പറയാ, ഭയം വിട്ടു പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തില്. ഈ 6ാമത്തെ രാത്രികാല അവരെ മേൽ ഒരു ഭയത്തിന്റെ ആത്മാവിനെ കൊണ്ടിട്ട് മുമ്പോട്ട് വിടാതെ വണ്ണം ശുശ്രൂഷകളെ അടയ്ക്കുന്നതായ എല്ലാ അന്ധകാര കെട്ടുകളും ദേശത്തിലെ പൈശാചിക മേഖലകള് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അഭിഷേകനെ നിങ്ങളുടെ ശുശ്രൂഷ ഇങ്ങനെയല്ല, ഒതുങ്ങിപ്പോയതാ, ഒതുക്കിക്കളഞ്ഞതാ ശത്രു. തീ പോലെ നിന്ന അഭിഷിക്തന, തീ പോലെ. ചുടകമനഘടകശ്യ അതരഘടകസ്യ എന്നാ ദൈവാത്മാ പറയും, ഈ സൂം മീറ്റിങ്ങിനകത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ജൂഡമന വരും ദിവസങ്ങളില് പ്രാർത്ഥിച്ച് എൻഡ് ചെയ്യുവാൻ മാത്രമല്ല, ഇതിനകത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാ. അസാധാരണമായ ദൈവകൃപയോട് ശുശ്രൂഷ മണ്ഡലങ്ങൾ തുറന്നു നൽകി ദൈവത്താൽ ഇതിനകത്ത് ദൈവം ഉപയോഗിക്കാം. ചില ഹല്ലേലൂയ മീറ്റിങ്ങുകള് അടകമനഘടക ശന്തന റെഗൽക്കല കണ്ടക്ട് ചെയ്യാൻ മാത്രമല്ല, അതിനകത്ത് നിന്ന് മെസ്സേജ് പറയുന്ന നിലവാരത്തില് ദൈവം നിങ്ങളെ ഒരുക്കി എടുക്കാൻ പോകുകയാ. ശുശ്രൂഷയെ വളരാൻ പോകുകയാ.
റബന ദാസിയുടെ മേല് ശുശ്രൂഷയുണ്ട്, പക്ഷെ ഒതുങ്ങിപ്പോയി. വിവാഹത്തിന് മുമ്പേ ഇങ്ങനെ അല്ലായിരുന്നു. ജൂഡാമ തീ കഷ്ണമായിരുന്നു, തീ കഷ്ണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിടുതൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒതുങ്ങി ശത്രു ഒതുക്കി കളഞ്ഞതാ. ചൂടാമാന ഹജരകടക ശന്തരാജകൾ വീട്ടിലെ പല സാഹചര്യങ്ങൾ നിങ്ങൾ ഒതുങ്ങിപ്പോയതാ. ദീപാലകൾ പുറത്തു വരണം, പുറന്തോട് പൊട്ടണം. ഈ 6ാമത്തെ രാത്രി നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ 2 പേര് കരം കോർത്ത് ദൈവസന്നിധിയില്ല ശുശ്രൂഷ തിരിച്ച് ഏറ്റെടുക്കണം. ആത്മാവ് തരുന്നൊരു നിയോഗമാ. രാത്രി നിങ്ങൾ മുഴങ്കാലിരുന്ന് 2 പേര് കരം കോർത്ത അടകമനകട വാതിലടച്ച പ്രാർത്ഥിച്ചു തുടങ്ങണം, ശുശ്രൂഷ വെളിപ്പെടാ. പ്രാർത്ഥിച്ചു തുടങ്ങണം, ശുശ്രൂഷ വെളിപ്പെടാ. നിങ്ങളുടെ അവിടെ നിന്ന് മാറി അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് റമന ഹടകമന ദൈവം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പോകുകയാ. അവിടെ ചില അകത്തളങ്ങളിൽ കിടക്കുന്ന ചില രോഗികളായി കിടക്കുന്നവരുണ്ട്. അവരുടെ മേൽ പ്രാർത്ഥിക്കാനുള്ള നിയോഗം ദാസിയുടെ മേൽ ദൈവം കൈമാറുകയാ. ആയിരിക്കുന്ന പട്ടണം പിടിക്കപ്പെടാൻ പോകുകയാ. അവിടെ നല്ലൊരു സഭയില്ല, അവിടെ നല്ലൊരു കൂട്ടായ്മയില്ല. ഒരു ഭയത്തിന്മേൽ നിൽക്കുന്ന ഒരു ദേശമാ എന്ന ദൈവാത്മാവരെ രഹസ്യത്തിൽ ദൈവം ചിലത് ഓപ്പൺ ചെയ്യാൻ പോകുകയാ. ജൂഡാമന ഹദരഹസ്യ ശുശ്രൂഷ ഏറ്റെടുത്തേ മതിയാവോ. ദൈവാത്മാവ് പറയാ, നിയോഗം നൽകുക, പുറത്തുവാ. ജൂഡാമന ഹദരപരപരം ക്ഷമനഘടകസ്യ. അഭിഷിക്തരെ മറ്റുള്ളവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉടാമന എന്റെ പാദപീഠങ്ങളിലേക്ക് വാ, നിന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുകയാ. ഒരു പത്രോസിനെ പോലെ അനേകരുടെ നടുവിൽ ഞാൻ നിന്നെ നിർത്താൻ പോകുകയാ. ജുഡാമന റഗമനഘടക ശാന്തരാജകൾ കല 2027 ഒരു രാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അവിടേക്ക് പോകേണ്ടി വരിക. അതിനു മുന്നേ ഈ ദേശത്ത് ചെയ്തെടുക്കേണ്ടത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്തെടുപ്പിക്കുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. വാക്യം മറന്നു പോകരുതേ. ഇന്ന് രാത്രി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് ഉരുവിട്ട് തുടങ്ങണം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ആമേൻ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ആമേൻ. എനിക്ക് ദൈവാത്മാവ് തന്നത് ഈ ഒരു വാക്യം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ആ വാക്യത്തിൽ നിന്ന് തന്നെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നമുക്കൊരു വാക്യമേ ചിലപ്പോ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടത്തുള്ളൂ. ചിലവരെ കണ്ടിട്ടുണ്ടോ, ചിലയിടത്തൊക്കെ നമ്മുടെ ഇതിനകത്തുള്ളവര് കാണുമായിരിക്കും, എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ പ്രയാസം വരെ ഓടിച്ചെന്ന് ബൈബിൾ എടുത്ത് തുറക്കുമ്പോ ഏത് വാക്യമാണ് കിട്ടുക. ചിലപ്പോൾ ഈ കീറും മുറിക്കും എന്നൊക്കെ ഉള്ള വാക്കുകൾ വീണ്ടും അടയ്ക്കും. ഇത് എന്നോടുള്ളതല്ല, പിന്നെ ഒന്നും കൂടെ തുറക്കും. എന്റെ ജീവിതത്തിൽ ചില സമയത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴല്ല കേട്ടോ, മുമ്പൊക്കെ. അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് ഇന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞായിരിക്കും. ദൈവമേ, ഇന്നത്തെ പരീക്ഷ അല്ലെങ്കിൽ തോറ്റു പോകുമ്പോ വീണ്ടും അടയ്ക്കും, വീണ്ടും തുറക്കും. പക്ഷെ അങ്ങനെയല്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. വാക്ക് വിട്ട് മാറി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഉദാഹരണം പറയുകയാണെ, അല്ലെങ്കിൽ നമുക്ക് ഒരാള് ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞ് നമ്മൾ ആ വ്യക്തിയിൽ ആശ്രയിച്ചിരിക്കുകയാണെന്ന് വെക്കുക. നമ്മൾ ആവശ്യ സമയത്ത് ആ വ്യക്തിയെ വിളിക്കുമ്പോൾ വ്യക്തി പറയും, എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടായിരുന്നു, പിന്നെ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവ് പറഞ്ഞ് മാറുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നമ്മൾ നിരാശയിലേക്ക് വീണു പോകുക. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറുന്ന ഒരു അരിമ പിതാവിനെ അല്ല നാം ആരാധിക്കുന്നത്. ഇന്നാകട്ടെ നാളെ ആകട്ടെ നിന്റെ ആവശ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് നടക്കട്ടെ എന്ന് അല്ലേലുള്ള സമയത്തല്ല, റൈറ്റ് ടൈമിൽ തന്നെ വെളിപ്പെടുത്ത ഒരു ദൈവിക പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. കുരുടനായ വ്യക്തി അവിടെ പോകുന്ന ആരവം ഒക്കെ കേൾക്കുമ്പോൾ ഇതുവഴി ഒരു മനുഷ്യൻ കടന്നു പോകുന്നെന്ന് അവന് മനസ്സിലായി. ഉടനെ ആ വ്യക്തി ആരെയും നോക്കിയില്ല. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. ആ നിലവിളി കേട്ട് ദൈവം അങ്ങ് ദൂരെ പോയി നിന്നിട്ട് ആരാ കരഞ്ഞത്?
അവൻ അവിടെ കരയട്ടെ, തിരിച്ചു വരുമ്പോഴാകട്ടെ എന്നല്ല പറഞ്ഞത്. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. നിന്റെ ആവശ്യം എന്താണ്? എനിക്ക് കാഴ്ച വേണം. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മൾ നിലവിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്റെ മകൾ ഇരുന്ന് നിലവിളിച്ചോട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും അവളുടെ വിഷയത്തിന് മറുപടി കൊടുക്കാം എന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം. നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഭയങ്കര മാനസികമായി ഭാരമേറെ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓടിച്ചെന്ന് വേദപുസ്തകം എടുത്ത് നമ്മൾ ദൈവസ്ഥനെ മുട്ടുമടക്കുമ്പോൾ അസാധാരണമായ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക, ഒരു സമാധാനം ലഭിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? അത് ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിക്ക് അകത്തേക്ക് കയറിയപ്പോ കണ്ണുനീരോടെ വേദനയോടെ ദൈവം എന്തായാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരഞ്ഞു വിളിച്ചാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഒത്തിരി കരയുമ്പോ എന്തെന്നില്ലാത്തൊരു ആശ്വാസം, എന്തെന്നില്ലാത്തൊരു സമാധാനം. എന്തെന്നറിയാമോ? നിന്റെ കാര്യം ദൈവം ഏറ്റെടുത്തത് കൊണ്ടാ. നിന്റെ കാര്യം ദൈവം ഏറ്റെടുത്തത് കൊണ്ടാ ഒരു സമാധാനം വെളിപ്പെടുന്നത്. നിന്റെ കാര്യം സ്വർഗം അത് ഏറ്റെടുത്തത് കൊണ്ടാ അല്ലെങ്കിൽ ദൈവിക ആശ്വാസം നമുക്ക് ലഭിക്കുന്ന. ഓമന ആലിസ് എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവളോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അടകമന ഹതരഘടക ശമന കൗഡ റബനഘടക ശംദൽക്കനാറകൽപ്പന അധുരഘടക ശംദലേറുകൾക്കില്ല ദാസി ദിവസങ്ങളില പ്രാർത്ഥനയോട് അല്ലെങ്കിൽ ജീവിതത്തിന് അകത്തളങ്ങളിൽ താഴ്വരെ കുഴിവെട്ടാൻ തയ്യാറാകുമെങ്കിൽ അടകമന റികൽക്കല അല്ലെങ്കിൽ നിന്റെ കുഴികൾ വെള്ളം കൊണ്ട് നിറയുന്ന നിലവാരത്തില് ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ വിഷയങ്ങൾക്ക് മറുപടി പലത് പെൻഡിങ് ആയി കിടക്കുകയാ. ദൈവാത്മാവിനാൽ ആലോചന വിളിച്ചു കൈമാറട്ടെ. അടക റികൽക്കല ദൂരത്ത് നിന്നൊരു സന്ദേശം നിന്നെ സന്തോഷിപ്പിക്കുന്ന നിലവാരത്തിൽ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാ. അതിവിദൂരത്തിൽ ഇരിക്കുന്ന ഒരു വിഷയം, കടല് കടന്നിരിക്കുന്ന ഒരു വിഷയം. അടക ആ വിഷയത്തിനകത്ത് വല്ലാതെ ൗളരാജകേരകമ അടകമന ഹതരഘടക ക്ഷമനകരകാരകൽക്കന വൈഡവനക ക്ഷമന രഹസ്യ രഗമനഘടകക്ഷിയ അധുനാ രഗമനഘടകസ്യ. വളരെ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുമ്പോ ദൈവാത്മാവ് പറയുകയാ ആ വിഷയത്തിന് ഒരു മറുപടിയുണ്ട്. അരക്കെ മന ജഗൽക്കന വൈഡമനഘടകക്ഷിയ അധുരാ ജഗൽക്കൽ. ആകയാൽ ദിവസങ്ങൾ ഉറച്ചു നിൽക്കാം, ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ക്ഷമ ലഗേ രഗമനഘടക ശാന്തരാ ജഗൽ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാകുന്നു. ഹല്ലേലൂയ. അനിത ടി.എസ്. അഭിഷിക്തദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറും. പ്രാർത്ഥിച്ചു മടുത്തു, ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഇനി മറുപടി കിട്ടത്തില്ല എന്ന് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുകയാ, നിന്റെ വിഷയത്തിനകത്ത് ഒരു വലിയ മറുപടിയുണ്ട്. അടകമനഘടകശ്യ. ആരോടും ഷെയർ ചെയ്യാതെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുക, എണ്ണപ്പെട്ട ദിനങ്ങൾക്കുള്ളിൽ ഓറവാറവൽക്കൾ. വീണ്ടും ദൈവാത്മാവ് അത് തന്നെ പറയാൻ മതി. എണ്ണപ്പെട്ട ദിനങ്ങൾക്കുള്ളിൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും. അർക്കസ്യ അലകൽക്കല വൈഷമന. ആകയാൽ ഒരുക്കത്തോടെ ആയിരിക്കുക, ഇതിനെ ഒരിക്കലും നിരാശനായി വിടുകയില്ല എന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടക വൈഡമന ബെനഡിക്ട് മാത്യു എന്ന് പറയുന്ന ദാസനോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അർക്കേ റകൽക്കന വൈഷമന ഘടകസ്യ. പല വിഷയത്തിനും പരിഹാരം ഞാൻ നൽകി തന്നില്ലേ? അർക്ക മനാസിയ റകൽക്കന വൈഡവ. ഇനി പരിഹരിക്കുവാൻ കഴിയാത്തത് എന്ന് നീ ചിന്തിക്കരുത്, ഭാരപ്പെടരുത്. അതിന് ഒരു സമയം ഞാൻ വച്ചിട്ടുണ്ട്. ആ സമയം അത് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. വേഗത്തിൽ കാര്യങ്ങളുടെ ക്രമീകരണ നിന്റെ കർണപടങ്ങളിൽ എത്തുന്ന നിലവാരത്തില് ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. റഷമന ഹദരഘടകസ്യ അന്തരാജക റീബനഘടക അധരഘടകം ലഗശമന അധരഘടകം പ്രൗഢനാജകെ വൈഡമനഘടകശ്യ അധുരഘടകമന ദീപാരകൽക്കല വൈഡമന. ബിന്ദു ബൈജു എന്ന് പറയുന്ന അഭിഷിക്തദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. മറഞ്ഞിരുന്ന്
പ്രാപിച്ചെടുക്കുന്നവളാണ്. അടകമനക ശത്തുന റകൽക്കല വൈഷമന മറഞ്ഞായിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട, ഞാന് ഉപവസിച്ചിട്ട എന്നൊന്നും പറഞ്ഞു ഒരു മനുഷ്യന്റെ മുമ്പിൽ പുകഴാറില്ല. ഇഷ്ടവുമല്ല, പേര് പറയുന്ന പോലും ഇഷ്ടമല്ല റക്കമന. പക്ഷേ എത്ര പേരുടെ വിഷയം അദാസി നിന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. റമന ഹദരഗണക ശംദര ജഗൽക്കന വൈഡമന ഗസ്യ റഗമന അദര ജഗൽക്കനാറവന അർക്കം പ്രൗഢ രഗാ റഗൽ കനം വൈഷമന. പലരുടെ വിഷയങ്ങൾ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറയുക അതിന്റെ അകത്തളങ്ങളിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. അന്തർക്കനാറകൽക്കന ഉടിയും മനാഞ്ചരാജകൽക്കന അസ്തനാദകൽക്കനാറവ ഉടക്കമാറകൾ കല ശമനാറകൾ കല പ്രാർത്ഥനയുടെ അടുത്ത ഒരു അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകുകയാ. റീമ ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത പുതിയതും മേൽത്തരമായ അനുഭവങ്ങളിലേക്ക് ദൈവാത്മാവ് പ്രിയ ദാസിയെ ഹല്ലേലൂയ നിന്നെ പ്രൊമോട്ട് ചെയ്യുകയാ. ലാംക്ഷ റഗമന ഹദരഘടകശ്യ അധുര ജഗം പ്രൗഢ മനക ക്ഷമനകരഹസ്യ അധികാരത്തോടെ ഉടകമനാറുകൾക്കല വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. ലസ്സി കമ നെജെ ലേക്കെ മന ശഗമന അധുരാറുകൾ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ മധ്യസ്ഥ അണയ്ക്കുന്നു. അടകമനഘടക ശന്തുരാ ജഗപ്രൗഢ മനഗധുരാ ജഗൽക്കന വൈഡമനഗസ്യ അത്തർക്കന റബനഘടക ശന്തര ജഗൽക്കന വൈഡവ. ആ വിഷയം നിന്റെ സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്താ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുരേ റബനഘടകം പ്രൗഢര ജഗൽക്കന വൈഡവ. ദൈവാത്മാവ് പറയുക ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ഉദരത്തെ ഞാൻ ഈ ദിവസങ്ങൾ തുറക്കാൻ പോകുകയാ. റീക മന ജഗ മനാശകമന. ആ ഒരു സന്തോഷത്തെ ആരവം നീ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തി ദൈവം ചെയ്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ശത്തേരകന അർക്കാമന ഈ ദിവസങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ജൂഡാറകൽക്കല ശക്തനാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്റെ സമീപേ ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അർക്കമാറകൽക്കന ഉടകമനഘടകശ്യ. ഇത്രയും നേരം കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഓഫ് ആക്കി വെച്ചത്. അടകമനഘടക ശതുനാറകൽക്കന റസികമാറകൽക്കല. അല്ലെങ്കിൽ നമ്മളെ വാക്യം നമുക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാറില്ല ദൈവമേ ഈ സമയത്ത് ഇനി പ്രവർത്തിച്ചില്ല, ഇനി നീ എപ്പോ പ്രവർത്തിക്കാനാ ദൈവമേ, ഇപ്പോഴല്ലേ പ്രവർത്തിക്കേണ്ട സമയം, ഇപ്പോഴല്ലേ എന്റെ ഹല്ലേലൂയ വിഷയത്തിന് മറുപടി വരേണ്ട സമയം, ഇനി നീ എപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ പ്രവർത്തിക്കുന്ന? ഇല്ല. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളായാല് നമ്മുടെ ജീവിതത്തിനകത്തളങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ദൈവമാ. അല്ലെങ്കിൽ നമ്മള് ഈ കാണുന്ന ചുറ്റുവട്ട കിടന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ അതിനപ്പുറ അല്ലെങ്കിൽ നാം അല്ലെങ്കിൽ ഒരു ചെറിയ നിസ്സാര കാര്യമായിരിക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അത് മേൽത്തരമായ അനുഭവത്തിൽ നമ്മുടെ കരങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യുക. ഉടകമന റകൽക്കന വൈഷമന ഘടകസ്യ അത്തൽക്കന റഗമന റഗ ഷീജാഷ് സിബി എന്ന് പറയുന്ന അദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ലേശമന ഹദരഘടകസ്യാരവ അദ്ദുർക്കന. മകളെ, നീ നിന്നെ കുറിച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ സർക്കിളിനകത്ത് ഒതുങ്ങുന്നതാ. ദൈവത്തോട് മകളെ നീ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ദൈവമേ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇനി എപ്പോ പ്രവർത്തിക്കാനാ? ഇതല്ലേ പ്രവർത്തിക്കേണ്ട സമയം? ഇപ്പോഴല്ലേ ഞാൻ ഒത്തിരി കരയുന്നത്? ഇപ്പോഴല്ലേ ഞാൻ ഭാരപ്പെടുന്നത്? എന്തുകൊണ്ട് എന്റെ വിഷയം ഇത്രയും ലേറ്റ് ആകുന്നു എന്ന ദൈവം പറയുകയാ. മകളെ, നീ നിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് നിന്റെ വിഷയത്തെ നോക്കിയാ നീ കാണുന്നത്. എന്നാൽ അതിനപ്പുറം നിനക്കായി വിശാലത ഒരുക്കി വച്ചിരിക്കുന്ന ഒരു പിതാവാ ഞാൻ. അകാലകം അധരകട ജഗൽക്കന വൈഷമനകസ്യ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഈ ദിവസങ്ങൾ ദൈവത്തോട് ചോദിക്കുക. ദൈവം പറയുന്നു, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ നടത്തിയതിന് അപ്പുറമായി ഈ വർഷം ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരും. ഇത് എനിക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. നിന്റെ ഭവനത്തിന്റെ അകത്തളങ്ങളില
എന്റെ കരം വെളിപ്പെടേണ്ട സമയമാണ്. ലസ മന ശകെ മനം ധരാജകെ റഗമന റഗൽ കനം വൈഡമനഗസ്യ അർക്കമനഘടകശ്യ. ഭാരപ്പെട്ടു പോകരുത്, നിരാശയിൽ വീണു പോകരുത്. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം ഈ ദിവസങ്ങളിൽ കാണുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അർക്കമ ജഗന റഗൽക്കന വൈഡമ സുജ ഡെന്നി എന്ന് പറയുന്ന പ്രിയദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ലേശമനഘടകം പ്രൗഢനഘടകസ്യ ഹദാനകൾ കല. ദാസിയെ, നിന്റെ പുറമേ നിന്ന് നോക്കിയാൽ ഒന്നിനും ഒരു കുറവില്ല, എല്ലാം ഉണ്ട്, ദൈവം എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ അകത്തളങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ ദൈവാത്മാവ് കാണുകയാ. അധരജക മനാജകനം പ്രൗഢമനഘടക ശബ്ദനാറകൾ കല. മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല. ദൈവസന്നിധി രഹസ്യമായി കരയുന്ന ചില വിഷയങ്ങൾ ഉണ്ടെന്ന് ആത്മാവ് കാണുകയാ. ലേമധരാജകം പ്രൗഢമനഘടക ശബ്ദരേ ജഗൽ കനം വൈഡമാറകൾ കല. പ്രാർത്ഥനയുടെ തീനാളം ഒന്ന് കൂട്ടണ. അറകമനഘടകസ്യ. വലുതും വിശാലവുമായ അത്ഭുതകരമേറിയ ചില അനുഭവങ്ങള് അല്ലെങ്കിൽ ഒരു ദൈവ പ്രവൃത്തിയോട് വണ്ണ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. അസ്ഥി റവന ഘടക ശന്തര ജഗൽ കനം വൈഡമന ഘടകസ്യ. അടക ചില പേപ്പർ വർക്കുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം ദൈവാത്മാവ് കാണിക്കുന്നു. അടക മനശമന ഘടകസ്യ അധുരഘടക. ദൈവാത്മാവിനാൽ ആലോചന കൈമാറട്ടെ. അടക ദൈവത്താൽ ചിലത് നിന്റെ ഭവനത്തിനകത്ത് കയറി വരാൻ പോകുകയാ. അന്തസ്തേരം പ്രൗഢ ചാരകക്ഷമന അധികാരകമന ഘടകസ്യ റവന ഘടകസ്യ. അതിശയോ അത്ഭുതകരമായ ചില ദൈവിക പദ്ധതികളും പ്രവൃത്തികളും നിന്റെ ഭവനത്തിനകത്തളങ്ങളിൽ ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അർക്ക മന ശകമന റകൽക്കല സീതം പ്രൗഢമനഘടക ശന്തര ജഗൽക്കല വൈഡമന റകൽക്കല ഉടകമനഘടക ശന്തര ജഗൽക്കല. സുനി വയനാട് ആ ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടകമ നാളെ കുറിച്ചോർത്ത് ഭാരപ്പെടേണ്ട. ഇന്നത്തെ വേദനകളെ ദൈവാത്മാവ് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് മാറ്റുക. അല്ലെങ്കിൽ ദൈവത്തിൽ ഇരുന്ന് കണ്ണുനീരല്ലാതെ മറ്റൊന്നുമില്ല. എങ്ങനെ ചെന്ന് അവസാനിക്കും കർത്താവേ, മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് നെടുവീർപ്പിടുമ്പോ ദൈവത്താത്മാവിനാൽ ആലോചന കൈമാറട്ടെ. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയില മുഴങ്കാലിരുന്ന് കരയുന്ന ചില വിഷയങ്ങളെ നോക്കി ദൈവാത്മാവിനാൽ ആലോചന കൈമാറുന്നു. റീബ റഗൽക്കന വൈഡമന ഘടകശ്യ അധുരാജകം പ്രൗഢമന ഘടക ശമനേ റഗൽക്കനാറമന ഘടകസ്യ അധുരാജകൽക്കന വൈഡമനകസ്യ. വിശാലമേറിയ ഒരു വഴി സമീപേ ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. പ്രൗഢമനകൾ ശമനേറകൽക്കൻ അസ്തനേരവന പ്രൗഢരാജകൽക്കൻ അടകമനഘടകസ്യ അധരാജകൽക്കന അടകമന. ആകയാല ദിവസങ്ങൾ ഉറച്ചു നിൽക്കുക. നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം വിശാലമായ വഴികളിലൂടെ നടത്തുമെന്ന് ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. ദൈക്കമന ഹദരഘടക ശമന റഗൽ കനാറവന അസ്തേ റവന ഘടക ശംദരേ ജഗൽക്കന വൈഡവന ഘടക ശദിന റവന ഘടക ലേതം പ്രൗഢന ജഗം പ്രൗഢരേ ജഗേരഘടകശ്യ അദ്ദൽക്കന. ജസ്സി ബിജു എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ലാം ദുരേരകമ അൽക്കമാന ജരാന്തന ഘടകം പൗഡരഘടക ശതുരഘടകസ്യ അധുരാരഗമന ഘടക ശാന്തൽക്കന വൈഡമന റകൽക്കല. ബാലന്റെ നിലവിളി കേട്ട് അതിനരികെ തന്നെ ഒരു ഉറവ തുറന്നതുപോലെ ഈ ദിവസങ്ങൾ നിലവിളി കേട്ട് ദൈവം ഒരു ഉറവ തുറന്നു നൽകി അത് നന്മയ്ക്കായി തീർക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടകാറ് വളരെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ, ഓർക്കുമ്പോൾ വേദനിക്കുന്ന ചില ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് ദിവസങ്ങൾ വൻകാര്യം ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നടത്തുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ജ്യോതി റോബി എന്ന് പറയുന്ന പ്രിയ അഭിഷിക്തദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടകമന ഘടക ശാന്തര ജഗൽകല. ദൈവത്താൽ ചില തിരഞ്ഞെടുപ്പിനകത്ത് നിന്റെ പേര് നാമകരണം ചെയ്യപ്പെടുന്നവണ്ണം ദൈവപ്രവർത്തികൾ ഉണ്ടെന്ന് ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. അടകമന ഘടക ശബ്ദനാറുകൾ കല. ചെങ്കടൽ കടന്നപ്പോൾ മിരിയാൻ തപ്പെടുത്ത അല്ലെങ്കിൽ സഹോദരിമാർക്ക് നേതൃത്വ നിരയിൽ നിന്നതുപോലെ ചില നേതൃത്വ നിരയിലേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അനുഭവം ദൈവാത്മാവിനാൽ കൊണ്ടുവരികയാ. റീമ റഗൽക്കന വൈഡമനക ശബ്ദന
തപ്പെടുക്കേണ്ടവൾ ദാസിയെ നീയാ, അത് മറ്റുള്ളവർക്ക് ദൈവം വിട്ടുകൊടുക്കുകയില്ല. അടകം പ്രൗഢമാ റികൽക്കല വൈഡവ, നിന്നിലൂടെ ചില ശുശ്രൂഷകൾ ഉണ്ടെന്ന് ആത്മാവിനാൽ ആലോചന കൈമാറട്ടെ. എങ്ങനെയാകും, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. അർക്കാ മന ജഗേമനഘടകശ്യ അദുരഘടകം പ്രൗഢര ജഗൽക്കന വൈഡമനകസ്യാരവ അർക്കാ മനഘടക ജസ്നി റോബിൻ അടകാറകൾക്കൽ അസ്ലൂൾ ആത്മാവിനാൽ ആലോചന കൈമാറട്ടെ. അടകം പ്രൗഢമന ഏതു വഴി തെരഞ്ഞെടുക്കണമെന്ന ഒരു ചിന്താഭാരത്തോട് ഇരിക്കുന്ന ഒരു അനുഭവം പോലെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഹല്ലേലൂയ എന്ത് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണമെന്ന വല്ലാത്തൊരു ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിനാൽ ആലോചന കൈമാറുന്നു. ഈ ദിവസങ്ങൾ ദൈവത്താൽ ചിലത് വെളിപ്പെട്ട് വരുമെന്ന ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. എമിലിൻ ആ ദാസിയോട് ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. ഷകാലത രഹസ്യാലവ അന്തരഘടകം അധുരഘടകസ്യ, ഇത് യഹോവയ്ക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ. ദാസി, നിന്റെ ജീവിതത്തിനകത്തളങ്ങളിൽ ഒരു ദൈവപ്രവർത്തിയുടെ സമയം അടുത്തു. അടകമനഘടക ശന്തര, കഴിഞ്ഞ നാളുകൾ വില കൊടുത്തതിന്, കഴിഞ്ഞ നാളുകൾ ദൈവത്തിന് ഇടിവിൽ നിന്നതിന് ഒരു ഉത്തരം എന്ന വണ്ണം ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിനകത്തളങ്ങളിൽ ദൈവാത്മാവ് ചെയ്തെടുക്കുക. അസ്തന റവനഘടകം പ്രൗഢരകക്ഷാരവ, ചില നാളുകൾ കൊണ്ട് ദൈവസേനയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ആരോടും പറയാൻ കഴിയുന്നില്ല. വളരെ ഭാരമേറിയ ഒരു വിഷയമാ. എന്നാൽ ദൈവാത്മാവ് പറയാ, കല്ലറയ്ക്കൽ പോകുന്ന സഹോദരിമാർ തമ്മിൽ സംഭാഷിച്ചു കൊണ്ടുപോയി നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റുമെന്ന്. എന്നാൽ സംഭവ സ്ഥലത്ത് ചെന്നപ്പോൾ കല്ല് നീങ്ങി ഇരിക്കുന്ന ഒരു അനുഭവം കണ്ടതുപോലെ, മകളെ, നീ നിന്റെ വിടുതലിന്റെ കാലഘട്ടത്തിനോട് അടുത്ത് ചെല്ലുമ്പോൾ, അതിന്റെ സമീപം എത്തുമ്പോൾ നിനക്ക് വേണ്ടി അവിടെ നിന്ന് കല്ല് ഉരുണ്ടുമാറി അല്ലെങ്കിൽ അതിന്റെ മേൽ ദൂതൻ ഇരിക്കുന്ന ഒരു കാഴ്ച എന്ന വണ്ണ നിന്റെ ഹല്ലുലിയ കാര്യങ്ങളെല്ലാം വേഗത്തിൽ സഡൻലി നടക്കുന്ന നിലവാരത്തിൽ ചില ദൈവപ്രവർത്തികൾ ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അടക മനക റകൽക്കല അന്റിയോട് ആത്മാവിനാൽ ആലോചന കൈമാറട്ടെ. അർക്കസ്യ റകൽക്കന വൈഡവ, തുടക്കം കുറിച്ചത് നിർത്തണമോ വേണ്ടയോ എന്നൊരു ചിന്താഭാരം കടന്നു വന്നിരിക്കുന്നു. ദൈവാത്മാവ് പറയാ, തുടക്കം കുറിച്ചത് യഹോവയായ ദൈവമാണെങ്കിൽ അതിൽ വിശാലത നൽകുവാൻ തക്കവണ്ണം ചിലത് ദൈവ സൗകര്യങ്ങളോടുകൂടെ ഒരുക്കിയ ചില മണിമാളിക അടകമന റകൽക്കല വൈഡമന ഘടക ശന്തന റകൽക്കല പ്രസഹ ആചരിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ ഒരുക്കിയ ഒരു മാളിക അടക റകൽക്കല ദൈവത്താൽ ദൈവിക പ്രവർത്തികൾ ചെയ്തെടുക്കേണ്ടതിന് ഒരുക്കിയ ഹല്ലേലൂയ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട ഒരു മാളിക ഒരുങ്ങുന്നത് പോലെ ദൈവാത്മാവ് പറയുക, ഇനിയുള്ള നാളുകളിൽ അടകം പ്രൗഢ ഓരോ മാസത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ അധികം ഓടുവാനോ കരയുവേണ്ടിയോ വരത്തില്ല. ദൈവാത്മാവ് പറയുക, ഒരുക്കിയത് ചിലത് ഒരുങ്ങി കഴിഞ്ഞു എന്ന് ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. ജൂഡാമന, ഈ 7ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് നിന്ന് നിന്നെ തേടി ചില സന്തോഷ വാർത്തകൾ ദൈവാത്മാവ് കൈമാറ്റം ചെയ്യാൻ പോകുകയാ. അടക റകൽക്കല വൈഡവ ദാസിയെ അടക മന റകൽക്കല വൈഷമന ഘടക മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് വിജയമായിരുന്നു. എന്നാൽ കൈ ഭാരമായി വന്നപ്പോൾ അഹരോനും ഹൂരും കൈ താങ്ങിയതുപോലെ ചില വ്യക്തികൾ നിന്റെ ഹല്ലേലൂയ കാര്യങ്ങൾക്ക് കരം താങ്ങുവാനായി ദൈവത്താൽ ഒരുക്കപ്പെട്ട് കടന്നു വരികയാ. അർക്ക മനരകൽക്കന വൈഷമന, ആന്റി ഇത്രേ തരാനുള്ളൂ, ദൈവം ഇനി അനുവദിച്ചാൽ അധികം ചെയ്യാം എന്ന് പറയുന്ന നിലവാരത്തില് ചില ദൈവപ്രവർത്തികൾ ഉണ്ടെന്ന് ആത്മാവിന് ആലോചന കൈമാറട്ടെ. അസ്ഥീരവനം പ്രൗഢരഘടക ക്ഷമനാറകൾ കനം വൈഡവ, വന്ന് വിടുതൽ പ്രാപിച്ച് കടന്നു പോയവർ ചിലത് മടങ്ങി വരാൻ പോകുകയാ. അസ്ഥീറിബന ഘടകം പ്രൗഢരകാറകൾ കന വൈക്ഷമന ഘടകസ്യ അധരാജകൾ കനം വൈഡമനകസ്യാറവ. ഹല്ലേലൂയ, എന്ത് നേടി എന്ന് ചോദിക്കുന്ന രക്തബന്ധങ്ങളുടെ നടുവില് ദൈവം നിർത്തും. അടക റവനഘടകശി, എനിക്കറിയത്തില്ല ദൈവാത്മാവ് രക്തബന്ധങ്ങൾ തമ്മിൽ ഹല്ലേലൂയ ചേരാതെ നിങ്ങളെ മാറി നിന്ന് പരിഹസിക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ എന്ത് നേടി എന്നൊരു ചോദ്യമാ അവരുടെയൊക്കെ മുമ്പിലുള്ളത്. എന്നാൽ ദൈവം പറയുകയാ, അടക റകൽക്കല വൈഷമന, ദൈവത്താൽ ചിലത് വെളിപ്പെടുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത നിലവാരത്തില് ദൈവപ്രവൃത്തി ഉണ്ട്. അർക്ക മനഘടന്റെ തലമുറകള് 2 ധ്രുവങ്ങളിലേക്ക് ദൈവം അയക്കാൻ പോകുകയാ. അസ്ഥിനി ബന റകൽക്കന വൈഡവ, അവരെ ചെറിയ വരുമാനത്തിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടു പോകുന്നത്.
എന്നാൽ അടകമന പരിശുദ്ധാത്മാവിനാൽ ആലോചന കൈമാറട്ടെ. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് ഓരോന്ന് ചെയ്തെടുക്കുന്നത് അടകൽഫല വൈഷവ നിങ്ങളുടെ ഭവനത്തിന് ഒരു ആവശ്യം വന്നാൽ അവരുടെ കയ്യിലില്ല. ജൂഡാമന റകൽക്കല വൈഡം അപ്പോൾ എവിടെന്നെങ്കിലും കണ്ടെത്തേണ്ട ഒരു അനുഭവമാ. എന്നാൽ ദൈവാത്മാവ് പറയുന്ന അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള നാളായിരിക്കത്തില്ല. ദൈവനാമത്തിൽ ചെലവിട്ടിട്ട് ബാലൻസ് കയ്യിൽ ദൈവം തരുന്ന നിലവാരത്തില് നിന്റെ ജീവിത നാളുകളെ മാറ്റുമെന്ന ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. പ്രിയ ആന്റിയോട് ദൈവാത്മാവ് ശക്തമായ ആലോചന കൈമാറുന്നു. ഒരുങ്ങണം. ഈ ദിവസങ്ങളിൽ ചില യാത്രകൾ ഉണ്ടെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ചില സഹോദരിമാരുടെ അടുക്കലേക്ക് അവരെ ഒന്ന് ധൈര്യപ്പെടുത്തി ആശ്വാസം നൽകി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചന ശുശ്രൂഷയുമായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. അർക്കമന ഘടക ശമന ഘടകസ്യ. ആന്റിയെ നിങ്ങൾ വന്നാൽ മാത്രം മതി. ആന്റിയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്നൊന്നും ചിലവാകാതെ അവർ തന്നെ ചിലവിട്ട നിന്നെ ചില രാജ്യങ്ങളിലേക്ക് ചില ഇടങ്ങളിലേക്ക് ദൈവം അയക്കാൻ പോകുകയാ. പക്ഷെ നീ പലപ്പോഴും ചിന്തിക്കും, ഞാൻ പോയാൽ ഭവനത്തിലെ കാര്യങ്ങൾ എങ്ങനെയാകും? ദൈവം എല്ലാത്തിനും ഒരു ക്രമീകരണം വരുത്തി. ആദ്യം നീ ഒറ്റയ്ക്ക് പോകുക, പിന്നെ കുടുംബമായി പോകേണ്ട കാര്യങ്ങള് ദൈവത്താൽ ക്രമീകരിക്കപ്പെടുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. അകയാല് ദിവസങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഇതിനൊക്കെ നിലനിന്ന് പോവാൻ അതിജീവിക്കുവാനുള്ള ദൈവകൃപ, സമാധാനത്തോടെ രാത്രി ഉറങ്ങുവാൻ കഴിയാത്ത എത്രയോ അനുഭവങ്ങൾ, ചില കാലൊച്ചകൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ അധികാരികളാണോ എന്ന് പോലും സംശയിക്കുന്ന നിലവാരത്തിൽ ഭയപ്പെട്ട നാളുകൾ. ജൂഡാമന എവിടെ ഇറങ്ങി ഓടി ഒളിക്കട്ടെ? എന്ത് പറയും അവരോട്? എന്നാൽ ഒരു മറവിടത്തിൽ മറയ്ക്കുന്നത് പോലെ നിന്റെ തലമുറയെ മറച്ചു. ശമനഘടകമന ഘടകസ്യ. കാലൊച്ചയ്ക്കു പകരം അനുകൂല വാർത്തകൾ നിന്നെ സ്വീകരിച്ചു. ഘടകമന ഒരു നമ്പർ തെറ്റി വന്നാൽ അത് എടുക്കുവാൻ പോലും ഭയപ്പെട്ട ജീവിത നാളുകൾ. ചൂടക്കമന ഘടകശ്യ. പരിചയമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കി, പരിചയമില്ലാത്ത നമ്പറുകളിലുള്ള കോളുകൾ വന്നാൽ അറ്റൻഡ് ചെയ്യാതെയാകി എത്ര ഭയപ്പെട്ട രാത്രികള്, എത്ര ഉറക്കമില്ലാത്ത രാത്രികള്, എത്ര ഉപവാസവും പ്രാർത്ഥനയെ കണ്ണുനീര്. അതിനൊക്കെ ശാന്തത ഇന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് പ്രാർത്ഥനയുമാ. തകർത്ത് കളയുവാനാ തലമുറയോട് വാദിച്ചത്. പക്ഷെ തകർത്ത് കളഞ്ഞില്ല. ഞാൻ ഇന്നും നിർത്തിയിരിക്കുക. ഇനിയും നിന്റെ ആദ്യത്തെ തലമുറ ചില കാര്യങ്ങളിൽ നിന്നും മടങ്ങി വരേണ്ടതുണ്ട്. അഡഗമനക ക്ഷമന റകൽക്കല. നിന്റെ പ്രാർത്ഥന, ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ അഡഗമനഘടക ശാന്തന റകൽക്കല ആത്മാവിനാൽ ആലോചന കൈമാറട്ടെ. ദാസി, ഈ മാസം അവസാന ദിവസം ഉണ്ടല്ലോ, ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസമുണ്ടല്ലോ, അഡഗമനഘടകശ്യ അഡഗ ലഗൽക്കന വൈഡമനകസ്യ നിന്റെ വീട്ടിനകത്ത് നടക്കാൻ പോകുകയാണ്. ലംബര, നീ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്കല്ല വിടുതല്. ഈ മാസം അവസാനത്തെ ദിവസം രാത്രികാല നിന്റെ ഭവനത്തിനകത്ത് ഒരു അസാധാരണമായ വിടുതൽ നിന്റെ തലമുറയുടെ വായിൽ നിന്ന് വീഴുന്ന നിലവാരത്തില് ഒരു ദൈവിക പ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ ഉറപ്പായും വാഗ്ദത്തം ചെയ്യുകയാ. ആകയാൽ ഉറച്ചു നിൽക്കാൻ നിനക്ക് വേണ്ടി വൻകാര്യം ദൈവാത്മാവ് ചെയ്തെടുക്കുമെന്ന് ആത്മാവിന് ആലോചന പറയുന്നു. CP മാത്യു എന്ന് പറയുന്ന പിതാവിനോട് ആത്മാവിനാൽ ആലോചന കൈമാറട്ടെ. അടകാലവൽക്കന വൈഷമനഘടകസ്യ. ഒരു കാര്യം ചെയ്താൽ അത് മറ്റുള്ളവർ അറിയാതെ രഹസ്യമായ ദൈവനാമത്തിന് വേണ്ടി ചെയ്യണമെന്നൊരു കാഴ്ചപ്പാടോട് കൂടിയ ഒരു ദാസന അടകാറകൽക്കല ഭക്തനെ, നിന്റെ കണ്ണുനീരിന് ദൈവം മറുപടി കൽപ്പിക്കാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ കുടുംബത്തിന്റെ അകത്തളങ്ങളില് വല്ലാതെ കരയുന്ന ഭാരപ്പെടുന്ന വിഷയത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, 3.5 ആഴ്ചക്കുള്ളില് നിന്റെ ഭവനത്തിനകത്ത് ഒരു വലിയ മറുപടി വെളിപ്പെടുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഡോക്ടർ റീന ഫിലിപ്പ് ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു.
കൈമാറട്ടെ. അടകാലകൽക്കന വൈഡമനകടകഷ്യ അധരാജകൽക്കല വൈഡമുക്കുള്ള നാളുകളെ നീ ഓർക്കേണ്ട. പണ്ടുള്ളതിനേക്കാൾ അധികമായി ചിലത് നിന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാ. നിന്റെ വേണ്ടപ്പെട്ട ചിലരെ വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിൽ ഒരു സന്തോഷ കാര്യ അല്ലെങ്കിൽ പറയുന്ന നിലവാരത്തില അടകാറകൽക്കന വൈഡവ ചില കാര്യങ്ങളുടെ ക്രമീകരണം ഈ ദിവസങ്ങളിൽ ഭവനത്തിന്റെ അകത്തളകളിൽ ചെയ്തു തുടങ്ങുമെന്ന ആത്മാവിനാൽ ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. റസാമാന അർക്കാമാന ഷേഖാമാന. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. അർക്കിമാരകൽക്കന ഉടക്കമന അറകൽക്കനാരവ അസ്തേ റവനഘടകഷ്യ അതുരഘടക മനാരക. ഈ 6ാമത്തെ രാത്രികാല ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇന്ന് രാത്രികാലം സംസാരിച്ച പോലെ ഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ഞങ്ങൾ അപ്പാടെ അങ്ങ് വിശ്വസിക്കുന്ന കർത്താവ്, ആ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവ്, ഇത് അങ്ങയാൽ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുന്ന നാളുകളാ. അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന നാളുകളാ. അങ്ങ് നേരിട്ട് ഇറങ്ങാൻ പോകുന്ന നാളുകളാ. അങ്ങന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുന്ന നാളുകളാ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ നാളെ രാവിലെ വൈകിട്ടൊക്കെ നടക്കുന്ന മീറ്റിങ്ങുകൾ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണം. ഈ 6ാമത്തെ രാത്രികാല ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഇറങ്ങി ഞങ്ങളുടെ കാര്യങ്ങൾ പലതും ചെയ്യുവാനായി കടന്നു പോകുന്ന കർത്താവ്. എന്നാൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ തുടങ്ങുന്നത്, ഈ പ്രാർത്ഥനയാൽ തുടങ്ങുന്ന ഞങ്ങൾ കാണുക. ദൈവയുടെയാക്കണം എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഈ വാക്യം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ നടുവ് മാറ്റമില്ലാത്ത ദൈവവചനമായിരിക്കുവാൻ തക്കവണ്ണം അടി നിശ്ചയത് ഇത്രത്തോളം ദൈവം ഭാഗ്യം തന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 7:45 തുടങ്ങിയ ഞാൻ 9:15 നിർത്തേണ്ടതാണ്. എന്നാൽ ഇപ്പതാ 9:30 ആകാൻ പോകുന്നു. നിങ്ങള് ഇത്രയും സമയം ക്ഷമയോടെ ഇരിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥനയില്ല ഈ വാക്കും ഉരുവിട്ട് പ്രാർത്ഥിക്കണമേ. യഹോവേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തി അല്ലെങ്കിൽ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദിവസങ്ങൾ കണ്ണോർത്ത് അല്ലെങ്കിൽ കാതോർത്ത് കണ്ണുകൊണ്ട് കണ്ട് ഈ ദിവസങ്ങൾ നന്മ കരയറ്റത്തക്കവണ്ണം ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അതിന് ഹല്ലേലൂയ സ്വർഗം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെയും ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതുവരെ നടത്തിയ ദൈവം അമ്മ ഇനിയും നടത്തും. ആകയാൽ ഉറച്ചു നിൽക്കാം. ദൈവപ്രവർത്തി കണ്ട് സന്തോഷിക്കാൻ ഇടവരുത്തട്ടെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ബീനാന്റിയോടും ഗ്രൂപ്പിലോട് എല്ലാമുള്ള അകമഴിഞ്ഞ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. മാറാനാഥ്.